നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ഭഗവതി, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. വളരെ വിശേഷമായിട്ടുള്ള ഒരു വിഷയം ആണ്. ശരിക്ക് നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ നടക്കേണ്ടിയിരുന്ന പ്രഭാഷണമാണ്. അത് അവിചാരിതമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തേക്ക് മാറ്റിവെച്ചു. അത് ഈ എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സൗകര്യം ആലോചിച്ചിട്ട് കൊല്ലംകോട് തന്നെ അബിയുടെയും ബിനോയുടെയും വീട്ടിൽ തന്നെ അത് ആലോചിക്കുകയുണ്ടായെങ്കിലും എന്തുകൊണ്ടോ മനസ്സിൽ തോന്നി ഇവിടെ നിശ്ചയിച്ചത് മാറ്റണ്ട, ഇവിടേക്കാണല്ലോ നിശ്ചയിച്ചത്, അപ്പോൾ ഇവിടെ തന്നെ. അപ്പോൾ ഈ വൈകിയ വേളയിലും എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് ഇവിടെ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കണം. ഇതൊരു സാധാരണ ടോപ്പിക്കല്ല. സാധാരണ ഞാൻ ക്ഷേത്രങ്ങളിൽ ചെയ്യാറുള്ള വിഷയങ്ങളുടെ ഗണത്തിൽപ്പെടുന്നൊരു വിഷയമല്ല ഇത്. ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്ന് പാലക്കാട് ഇവിടെ കണ്ണോട്ടുകാവിൽ ചെയ്ത കാളിയുടെ കാവുകൾ എന്ന പേരുള്ള 3 ദിവസമായിട്ട് ചെയ്തൊരു പ്രഭാഷണ പരമ്പരയുണ്ട്. ശരിക്ക് അതൊക്കെ പോലെ ഒരു പരമ്പരയായിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് 1.5 മണിക്കൂറോ 2 മണിക്കൂറൊന്നും ഒരു തരത്തിലും ജസ്റ്റിഫൈബിൾ അല്ല ശരിക്കും ഈ ഒരു സബ്ജക്റ്റിന്. കേരളത്തിലെ കളരിയുടെ പാരമ്പര്യം, അതിലെ ആയോധന കലയും, അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള പുനർജീവനം, അത് റീജുവനേഷൻ, ഇതാണ് വിഷയം. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കൈയുടെ ഇരുവശങ്ങളും കൊണ്ട് ഒരാളെ കൊല്ലാനും അതേപോലെ തന്നെ സുഖപ്പെടുത്താനും അതേപോലെ തന്നെ ഉപദ്രവിക്കാനും അതേപോലെ തന്നെ ആശ്വസിപ്പിക്കാനും കഴിയും. യുദ്ധത്തിൽ കൂടെ സമാധാനത്തിൻ്റെ കല, ഇങ്ങനെ 2 വൈരുദ്ധ്യമുള്ള സ്വഭാവങ്ങൾ ഒരേ സമയം കൊണ്ട് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി കണ്ടെത്താനും പറ്റും എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു സാംസ്കാരിക ആവിഷ്കാരം വേറെ ഇല്ല കളരി അല്ലാണ്ട്. കളരിയുടെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ് അതാണ്. ഒരു കൈയുടെ 2 വശം കൊണ്ട് ഒരാളെ കൊല്ലാനും പറ്റും, സുഖപ്പെടുത്താനും പറ്റും. നമുക്കറിയാം, കളരി വെറും നമ്മുടെ കാലഘട്ടത്തിൽ അതിനെ ചുരുക്കി ഒരു ആയോധന കലയാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി. ഒരു പ്രദർശന കല, ഒരു ആയോധന കല എന്നുള്ളത് ശരിക്ക് കളരി സമഗ്രമായിട്ടുള്ള വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള വിശാലമായിട്ടുള്ള പ്രയോഗങ്ങളുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു സാംസ്കാരിക പൈതൃകമാണ്. നമ്മുടെ പ്രാചീന കേരളത്തിൽ ശരിക്കും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ആയുധമെടുക്കണ കളരികൾ മാത്രമല്ല, ജ്യോതിഷന്മാർക്ക് കളരിയുണ്ട്, എഴുത്ത് കളരി, അക്ഷരം പഠിപ്പിക്കണ കളരിയുണ്ട്. പണ്ടൊക്കെ കളരിയിലാണ് എഴുതി പഠിക്കുന്നത്. വൈദ്യത്തിൻ്റെ കളരിയുണ്ട്, മർമ്മത്തിൻ്റെ കളരിയുണ്ട്. എന്തിനൊക്കെ കളരിയുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. അത്രയും കളരികളുടെ ഒരു സങ്കേതമായിരുന്നു ഈ ഭൂമി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്ന കണ്ടു. പരിഹാസമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു കളരി പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇത്രയും അംഗക്കുറിപ്പുകളും അല്ലെങ്കിൽ അഭ്യാസികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് 1921 പോലുള്ള ഒരു ലഹളയിൽ ഇത്രയും കളരികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും അഭ്യാസികൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് 1921 പോലുള്ളൊരു ലഹളയിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. പരിഹസിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ എവിടെയായിരുന്നു ഈ പറയുന്ന അഭ്യാസികളൊക്കെ? അവരൊക്കെ എവിടെ പോയി? ഈ ഒരു ചോദ്യമാണ്. ഇതിന് വാസ്തവത്തിൽ ചരിത്രപരമായിട്ടുള്ളൊരു കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ കളരികൾ നശിച്ചു പോയത് എന്നു മുതലാണ് കളരികൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അത് വേണ്ട തരത്തിൽ വന്നോ? ഇതൊന്ന് അന്വേഷിച്ച് നോക്കണമെങ്കിൽ ചരിത്രം നോക്കണം. പരിഹസിക്കുന്നവർക്കും ഫേസ്ബുക്കിലും ഓരോ സ്ഥലത്ത് കമൻ്റ് ഇടുന്നവർക്ക്, യൂട്യൂബിലും കമൻ്റ് ഇടുന്നവർക്ക് ഇതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിലേക്കൊക്കെ എത്തിപ്പെട്ട
സാഹചര്യം എത്രമാത്രം ഭയാനകമായിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ സങ്കടകരമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഒരു 3 പാർട്ടോ 4 പാർട്ടോ ആയിട്ടൊക്കെ പറയേണ്ട ഒരു വിഷയമാണ്. ഈ ച്യുതി വന്നത് മാത്രം തന്നെ പറയാനുണ്ട് കുറേ. സങ്കടമാണ് ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനെ നോക്കിക്കാണുമ്പോഴാണ് ഇതപ്പോൾ ഇവിടെ ഈ പെരുങ്കളരീശ്വരിയുടെ ക്ഷേത്രം ഈ കളരി പരമ്പരയുടെ ഒരു ബാക്കിയായിട്ട് ഇവിടെ അതിൻ്റെ ഒരു പുനരുജ്ജീവനം നടക്കുന്നതിൻ്റെയൊക്കെ പ്രസക്തി. ഇപ്പം കൊല്ലങ്കോട് വെങ്ങനാട്ട് നമ്പടിക്ക് അദ്ദേഹത്തിന്, അതായത് കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ട് നടക്കാൻ, മെതിയടിയിട്ട് നടക്കാൻ അവകാശമുള്ള 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഗുരുവായൂർ മേൽശാന്തിയാണ്, 2 കൊല്ലങ്കോട്ട് രാജാവിനാണ്. കാച്ചാംകുറിശി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. ബ്രഹ്മചാരി ആയിരിക്കണം, വിവാഹം കഴിക്കാൻ പാടില്ല. ബാക്കി അനിയന്മാരൊക്കെയാണ് ഭരണം നോക്കുക. ജ്യേഷ്ഠൻ രാജാവാകുന്ന ആൾ ഈശ്വരസേവയാണ് പറഞ്ഞിട്ടുള്ളത്. പെരുമാളുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചെരുപ്പ് ധരിച്ച്, അതായത് മെതിയടി ധരിച്ചിട്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കാം. ഇന്ദ്രന് തുല്യം എന്നാണ് സങ്കല്പം. കാരണം യാഗത്തിന് സോമയാഗം കൊടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനേ ഉള്ളൂ. കേരളത്തിൽ എവിടെ യാഗം നടന്നാലും. 2006 അതിരാത്രത്തിന് ഞാൻ തന്നെ അത് കൈമാറ്റം ചെയ്യണത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കാച്ചാംകുറിശി ക്ഷേത്രത്തിൽ. അന്നത്തെ സ്ഥാനിയാണ് അത് കൊടുക്കുന്നത്. പഴയ കാലത്ത് തമ്പുരാൻ തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അവരുടെ അങ്ങനെയുള്ള ഓരോ കോവിലകങ്ങൾക്കും അഭ്യാസത്തിനായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിന് ചുമതലപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. രാജകുടുംബാംഗങ്ങളെയും മറ്റ് പട്ടാളക്കാരായിട്ട് സൈനികരായിട്ട് വരുന്നവർക്കും വേണ്ട അഭ്യാസാദികൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, കലകൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പാരമ്പര്യമായിരിക്കാം ഒരുപക്ഷെ കപ്പ്യാരത്ത് തറവാട്ടിന് ഈ ഒരു കളരി ഉണ്ടാവാനും ഈ കളരി പഴയ കാലത്ത് ഒരുപാട് അഭ്യാസികളെയും കലാകാരന്മാരെയും ഒക്കെ പ്രദാനം ചെയ്യാനും സാധിച്ചിട്ടുള്ളത്. ഞാൻ കലാകാരന്മാരെ എന്ന് പറയുമ്പോൾ ഈ കളരികളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മളിന്ന് കരുതുന്ന മാതിരി ഈ വാളും പയറ്റും മാത്രമൊന്നും വരുന്നില്ല കളരികളിൽ. 64 കലയും പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു കളരികൾ. കേരളത്തിൻ്റെ മണ്ണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിക്കണ പാരമ്പര്യമായിട്ട് അനവധി കാലങ്ങൾ, നൂറ്റാണ്ടുകൾ പല പല ഫോമുകളിൽ നിലനിൽക്കുക. പിന്നീട് അത് ഏകദേശം ഊർധ്വം വലിച്ചു. അങ്ങനെ ഒരു 200 കൊല്ലം കടന്നുപോയി. ആ 200 കൊല്ലത്തെ ഗ്യാപ്പ് ഈ നാട്ടിലെ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊള്ളരുതായ്മ ചില്ലറയല്ല. 1800കളുടെ തുടക്കം തൊട്ടിട്ട് 1920കൾ വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഉള്ള തലമുറകൾക്ക് സാർവത്രികമായിട്ട് കളരി അഭ്യസിക്കാൻ സാധിച്ചിരുന്നില്ല, ചില പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട്. കാരണം കളരി വാസ് ബാൻഡ്. കളരി നിരോധിതമായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ അതിനെ 1804 ആദ്യം നിരോധനം കൊണ്ടുവന്നു. പഴശ്ശിരാജാവിൻ്റെ പട്ടാളക്കാരുടെ അഭ്യാസ മികവ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് വരുന്ന കാലത്ത് നമുക്ക് ഇവിടെ അടിച്ചമർത്തി ഭരിക്കണമെങ്കിൽ ഈ അഭ്യാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കണം എന്നുള്ളതുകൊണ്ട് മലബാറിൽ കളരികളെ അവർ നിരോധിച്ചു. 805 നവംബർ മാസത്തിലാണ് പഴശ്ശിരാജ ശരീരം വിടുന്നതോട് കൂടിയിട്ട് ആ ബാൻ പൂർണ്ണമായിട്ടും നിലവിൽ വന്നു. പിന്നെ 200ഓളം കൊല്ലങ്ങൾ കേരളത്തിൽ കളരികൾ പൊതുജനമധ്യത്തിൽ കാണുക പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹാത്മാക്കളായിട്ടുള്ള പല ഗുരുക്കന്മാർ രഹസ്യമായിട്ട് ആ വിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ആശ്വാസം. അപ്പോൾ പലതരം ആയോധനകൾ ഉള്ളതിൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒന്നാണ് ഈ കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിരാവിലെ മഞ്ഞുമൂടിയിട്ടുള്ള രാവിലെകളിൽ, പ്രഭാതങ്ങളിൽ, തെങ്ങോലകളിലൊക്കെ സൂര്യപ്രകാശം വന്ന് വീഴുന്നതിന് മുൻപ് തന്നെ പുഴകളിലൊക്കെ ആ പകലിൻ്റെ ഒരു ബഹളം കടന്നു വരുന്നതിന് മുമ്പ് ആൾക്കാർ കുളിക്കാൻ കടവുകളിലേക്ക് വരും, തുണി തിരുമ്പൽ. പണ്ടത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ചിത്രം പറയുകയാണ്. അതിനൊക്കെ മുന്നേ ക്ഷേത്രങ്ങളുടെയും അതേപോലെ തന്നെ പരിശീലന കേന്ദ്രങ്ങളുടെയും ഈ കളരികളുടെയൊക്കെ സമീപത്ത് ഒരു ശബ്ദം കേൾക്കാം. അത് നമ്മൾ കണ്ണടച്ച് ധ്യാനിക്കേണ്ട, കളരി ഫീൽ ചെയ്യേണ്ട ഒരു വസ്തുവാണ് ആദ്യം.
കളരിയെക്കുറിച്ച് പറയല്ല, ധ്യാനിക്കേ വേണ്ട. കണ്ണടച്ചിരുന്നിട്ട് അന്നത്തെ ആ ഒരു രംഗം മനസ്സിൽ സങ്കല്പിച്ച് നോക്കും. ഉറച്ച മണ്ണിൽ, നല്ല അടിച്ചുറപ്പിച്ച മണ്ണിൽ, മെഴുകി ഉണക്കിയെടുത്ത മണ്ണിൽ കളരിയുടെ തട്ട്, അവിടെ നല്ല തടിക്കമ്പുകൾ കൂട്ടിയിടിക്കണ വളരെ താളത്തോടു കൂടിയുള്ള ശബ്ദം, അങ്ങനെ കൂട്ടി കൂട്ടി അടിക്കണ ശബ്ദങ്ങൾ. ഒരു ചാട്ടം നടക്കുമ്പോൾ ആ അഭ്യസിക്കണ വിദ്യാർത്ഥി ചാടിയിട്ട് ഭൂമിയിൽ വന്നിട്ട് ചവിട്ടുന്ന ശബ്ദം, അതിനുശേഷം അവനെടുക്കണ ആ ശ്വാസം, ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വായ്ത്താരി ചെല്ലണ ഗുരുക്കന്മാർ, മെറ്റലുകൾ ഇങ്ങനെ ലോഹത്തിൻ്റെ ശബ്ദം, കൂട്ടിയിടിക്കുന്ന ശബ്ദം, ഇങ്ങനെ പ്രായോഗിക തലത്തിലുള്ളൊരു കളരിയുടെ ശബ്ദമില്ലാത്തൊരു നാട് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. എല്ലാ ഗ്രാമങ്ങളിലും കളരികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനതയുടെ ശ്വാസമായിരുന്നു. സത്യം പറഞ്ഞാൽ മരിക്കാൻ വിസമ്മതിച്ചൊരു പാരമ്പര്യ കളരിയുടെ. ഞാൻ മരിക്കില്ല എന്നൊരാൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ നിന്ന് ഉണ്ടായി വന്ന ഒരു കലയാണത് വാസ്തവം. ഇതിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ക്ലാസിക്കൽ ഫോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ഇതിനെല്ലായിടത്തും ഒരേ നിയമമൊന്നുമല്ല. ദേശങ്ങൾക്കനുസരിച്ചിട്ട് തന്നെ വ്യത്യാസങ്ങളുണ്ട്. സമ്പ്രദായങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഗുരുപരമ്പരകൾക്ക് വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന് ശേഷം 11-12 നൂറ്റാണ്ടുകൾ, ആ കാലത്താണ് ശക്തമായിട്ട് ഈ കളരി ഉയർന്നു വരുന്നത്. ഇതിലൊരു രസമുണ്ട്. നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാൾ, നമ്മളൊക്കെ ഇന്ന് ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരാളുടെ ജനനവും ആ കാലത്താണ്. പന്തളത്ത് മണികണ്ഠൻ്റെ, അയ്യപ്പസ്വാമിയുടെ ആ 11-12 നൂറ്റാണ്ടുകൾ കളരിയുടെ ഏറ്റവും പുഷ്കലമായിട്ടുള്ള ഉദയത്തിൻ്റെ കാലമാണ്. തെക്കും വടക്കും ഒക്കെ ഏകദേശം ആ 12-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ചിട്ടാണ് വടക്കേ മലബാറിൽ ചേകവന്മാർ വരുന്നത്. തീയ സമുദായത്തിലെ ആയുധാഭ്യാസികളായിട്ടുള്ള വിശേഷപ്പെട്ടിട്ടുള്ള വലിയ വലിയ തറവാടുകളുണ്ടായിരുന്നു. വലിയ യുദ്ധങ്ങൾ വഴി അനവധി ജീവൻ നഷ്ടപ്പെടുന്നതിന് പകരം രണ്ട് നാടുകൾ തമ്മിലുള്ള സ്പർദ്ധ തീർക്കാൻ വേണ്ടിയിട്ട് അഭ്യസിച്ചിട്ടുള്ള 2 പേര് തമ്മിൽ പൊരുതി മരിക്കുക. അതിലാരാണോ പ്രധാനമായിട്ട് എന്താ പറയുക, ആരാണോ ജയിക്കുന്നത് ആ വ്യക്തി പ്രതിനിധീകരിക്കുന്ന നാട് ജയിക്കും. അതുകൊണ്ട് എന്താ വെച്ചാൽ 100, 150, 1000 കണക്കിനൊന്നും ആൾക്കാർ വെട്ടി മരിക്കുന്നില്ല, കുടുംബങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. മരിക്കാൻ വേണ്ടി മാത്രം തയ്യാറെടുക്കുന്ന വിഭാഗങ്ങൾ. ചേകവന്മാർ പൊതുവിലും ഒരു വലിയ ഒരു എന്താ പറയുക, ആത്മീയമായിട്ടും അഭ്യാസത്തിൻ്റെയും ശാരീരിക കായികമായിട്ടുമുള്ള വലിയ വലിയ സമ്പത്തുകളുള്ള ആൾക്കാരായിരുന്നു. അരിങ്ങോടരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പയ്യമ്പള്ളി മറ്റേ ചന്തുവിൻ്റെ കഥയും ആരോമൽ ചേകവരുടെ കഥയൊക്കെ പറയുമ്പോൾ അവരുടെ ഗുരുനാഥനായിട്ടുള്ള ഒരു അരിങ്ങോടരുടെ കഥ കേട്ടിട്ടുണ്ടാവും. അരിങ്ങോടരൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. നമുക്ക് സിനിമയെ കണ്ടിട്ടുള്ള ശീലമേ ഉള്ളൂ, പക്ഷെ അവരുടെ യഥാർത്ഥ കഥകൾ അത്രയും ഉജ്ജ്വലമായിട്ടുള്ള കഥകളാണ്. അപ്പോൾ 12-ാം നൂറ്റാണ്ടാണ് ഏകദേശം ആ കാലം. 12-13 നൂറ്റാണ്ടാണ് ഉണ്ണിയാർച്ച, ആരോമൽ ചേകവരുടെയൊക്കെ കാലഘട്ടം. നാദാപുരത്ത് അങ്ങാടിയിൽ വെച്ചിട്ട് ജോനകന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട ഒരു പെണ്ണായിരുന്നു ഉണ്ണിയാർച്ച. അപ്പോൾ അവരെപ്പോലുള്ള സ്ത്രീകൾ ജീവിച്ച നാടാണ്. അതിൻ്റെ അർത്ഥം കളരികളിൽ പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള പ്രവേശനവും അഭ്യാസത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെക്കാളും കൂടുതൽ തൻ്റെ ഇടമുണ്ട് അന്ന്. അതേ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ വായ്ത്താരികളൊക്കെ നല്ല രസമാണ് പറയാൻ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് 14-ാം നൂറ്റാണ്ട് വരുമ്പോഴാണ് ഉദയനൻ്റെയൊക്കെ കാലം. 14-15 നൂറ്റാണ്ടുകളുടെ കാലത്താണ് ഉദയനെ പോലുള്ള വലിയ തുളുനാട്ടിൽ പോയിട്ട് അഭ്യാസം പഠിച്ചു വരുന്ന അതിഗംഭീരന്മാരായിട്ടുള്ള പടക്കുറുപ്പന്മാരുടെ കാലം വരണം. ഇന്നും ഉദയനൻ ആരാധിക്കപ്പെടുന്നൊരു മൂർത്തിയാണ്. ഉദയന് തെയ്യം വരെയുണ്ട്. തച്ചോളി തറവാട്ടുകാർക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇന്നും അവകാശമുണ്ട്. കൊടുങ്ങല്ലൂർ ആലോചിച്ച് നോക്കൂ, വടകര ഇരിക്കുന്ന ഒരു തറവാട്ടുകാർക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ. അപ്പോൾ ഇതൊക്കെ ആ പഴയ കളരി പാരമ്പര്യത്തിൻ്റെ തിരിശേഷിപ്പുകളായിട്ട് പറയാം നമുക്കിന്ന്. അതുകൊണ്ട് ആദ്യം ഈ കളരി എന്ന വാക്ക് തന്നെ വളരെ എന്താ പറയുക,
ഒരു ഡിസ്പ്യൂട്ട് കിടക്കുന്ന വാക്കാണ്. കളരി എങ്ങനെ ആ വാക്ക് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ, പണ്ഡിതന്മാരെക്കാട്ടിൽ ഇപ്പോൾ തമ്മിൽ തല്ലുന്ന കിടന്നിട്ട് ഫേസ്ബുക്കിലാണ്. കഴിഞ്ഞ ഒരു 8-9 കൊല്ലമായിട്ട് ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. തല്ലുപിടി അടിയാണ്. അതിലേറ്റവും വലിയ ഒരു തമാശ എന്താ വെച്ചാൽ, ഇത് ദ്രാവിഡ വാക്കാണോ സംസ്കൃത വാക്കാണോ, ഇനി സംസ്കൃത വാക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ദ്രാവിഡ വാക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തല്ലുപിടി എന്തോ ആയിക്കോട്ടെ, എന്തായാലും നടക്കണ തല്ലുപിടികളുടെ ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞുതരാം. ഞാനതിൽ സ്റ്റാൻഡൊന്നും ഒരു സൈഡൊന്നും പിടിക്കുന്നില്ല. തമിഴിലെ കല്ലൂരി എന്നുള്ള വാക്കിൽ നിന്നാണ് കളരി എന്നുള്ളത് വന്നത്. തമിഴ് കോളേജിനൊക്കെ പറയുക, പള്ളിക്കൂടത്തിനൊക്കെ കല്ലൂരി എന്ന് പറയുക. ആ കല്ലൂരി എന്നുള്ള വാക്കിൽ നിന്നാണ് കളരി എന്നുള്ള വാക്കുണ്ടായത് എന്നൊരു പക്ഷമുണ്ട്. വളരെ പ്രാചീന വാക്കാണ്. സംഘകാലത്ത് തന്നെ ഈ കളരി, കല്ലൂരി എന്നുള്ള വാക്കുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ചിലപ്പതികാരത്തിലൊക്കെ ഉണ്ട് ആ വാക്ക്. പക്ഷേ 11-12 നൂറ്റാണ്ടുകളിലാണ് ഇതിന് ഇന്നത്തെ ഓർഗനൈസ്ഡ് ഫോം വന്നതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് 11-12 നൂറ്റാണ്ടിലാണ് ഇത് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടില്ല. എന്നോ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ ഒരു തലത്തിലേക്ക് ഒരു പക്ഷേ ചിട്ടയോട് കൂടിയിട്ട് ക്രോഡീകരിക്കപ്പെട്ട, അതിന് പൊളിറ്റിക്കൽ റീസൺസാണ്. യുദ്ധങ്ങളാണ് എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ പല ആൾക്കാർക്കും അറിയാത്ത പലതും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2 എക്സ്ട്രീംസ് പറഞ്ഞുതരാം. അപ്പോഴാണ് നമുക്ക് ശരിക്കും എങ്ങനെയാണ് ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരമ്പരകൾ ഉണ്ടാവണം എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി തോന്നും. ഇതുമായിട്ട് ബന്ധമൊന്നും തോന്നില്ല. പക്ഷെ യുദ്ധങ്ങൾ എങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്നു മനുഷ്യ ജീവിതത്തിനെ എന്നുള്ളതിന്. ജർമ്മൻകാർക്ക്, ഹിറ്റ്ലർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യുദ്ധക്കളത്തിൽ നടക്കുന്നതൊക്കെ അപ്പപ്പോൾ കാണണം. അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള മിച്ചലിൻ്റെ ക്യാമറയുണ്ട്. ഭയങ്കര വെയിറ്റാണ്. ഇതും തൂക്കിയെടുത്തിട്ട് ക്യാമറാമാർ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാൻഡൊക്കെ ഇട്ട് നിർത്തി ലെൻസ് ഫിറ്റ് ചെയ്യുമ്പോഴേക്കും വല്ല ബോംബും വന്ന് വീണിട്ട് അവർ മരിക്കും. ഉടനെ അദ്ദേഹം 2 ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് അങ്ങോട്ട് കൽപ്പന കൊടുത്തു, ലൈറ്റ് വെയിറ്റ് ആയിട്ട് കയ്യിൽ തൂക്കിയിട്ട് എടുത്തുകൊണ്ട് ഓടാനും എന്തിൻ്റെ മുകളിൽ വേണമെങ്കിലും വലിഞ്ഞു കയറിയിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു ക്യാമറ ഉണ്ടാക്കണം. ഒരാഴ്ച സമയം തരും, ഇല്ലെങ്കിൽ കൊല്ലും കുടുംബത്തോടെ. അർണോൾഡ് എന്നും റിച്ചർഡ് എന്നും പറഞ്ഞിട്ട് 2 സയൻറ്റിസ്റ്റുകൾ, ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ, അവർ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയതാണ് ആരിഫ്ലെക്സ് ക്യാമറ. അർണോൾഡിൻ്റെ AR-ഉം റിച്ചറിൻ്റെ RI-യാണ് ആരിഫ്ലെക്സ്. സിനിമ അതോടുകൂടി സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മോഡേൺ സിനിമയുടെ അതുകൊണ്ട് എന്താ, ക്യാമറ എടുത്തിട്ട് മരക്കൊമ്പി വെക്കാൻ പറ്റി, ക്രെയിനിൽ വെക്കാം, ഇപ്പോൾ ഡ്രോണിൽ വെക്കാം. ലൈറ്റ് വെയിറ്റ് ക്യാമറകളുടെ വരവ് അങ്ങനെയാണ്. ഇതൊരു സിനിമയുടെ കഥയിൽ. ഇനി അടുത്ത തമാശ, ഡീഹൈഡ്രേഷൻ വരും, ഗ്ലൂക്കോസ്, ക്വിക്കായിട്ടുള്ള എനർജി വേണം പട്ടാളക്കാർക്ക്. അതിനു വേണ്ടി കണ്ടെത്തിയ സാധനമാണ് പാർലേജി ബിസ്ക്കറ്റ്. വേൾഡ് വാറിൻ്റെ സമയത്ത് പട്ടാളക്കാർക്ക് ദീർഘകാലം സൂക്ഷിച്ചു വെക്കാനും ക്വിക്കായിട്ട് ഗ്ലൂക്കോസ് കിട്ടാനും എനർജി കിട്ടാനും വേണ്ടിയിട്ട് കണ്ടെത്തിയൊരു ഫോർമുല എന്നാണ് പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തിലും നോക്കിക്കഴിഞ്ഞാൽ യുദ്ധമാണ് വളർത്തിയിട്ടുണ്ടാവുക. ഇത് ഞാൻ രണ്ട് എക്സ്ട്രീം എക്സാമ്പിൾസ് പറഞ്ഞു തന്നു മാത്രം. ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും ഇൻട്രാനെറ്റ് ആണെങ്കിലും എന്താണെങ്കിലും യുദ്ധങ്ങളാണ് വളർത്തിയത്. ഏവിയേഷൻ, ഫ്ലൈറ്റുകൾ, കമ്പ്യൂട്ടിങ് എല്ലാം യുദ്ധം വളർത്തിയതാണ്. യുദ്ധമാണ് സകലതിൻ്റെയും അടിസ്ഥാനം. യുദ്ധങ്ങൾ എന്തിനാണ്? കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ള സ്വത്ത് സംരക്ഷിക്കാനും കൂടുതൽ സ്വത്ത് പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് എപ്പോഴൊക്കെ ജനതകൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മനുഷ്യന് കൂടുതൽ മാർഷ്യൽ സ്കില്ലുകളുടെയും ബുദ്ധിപരമായിട്ടുള്ള സ്കില്ലുകളുടെയും കൂടുതൽ കാലം ആരോഗ്യം നിലനിർത്തേണ്ട ആവശ്യകതകളും അസുഖങ്ങൾ മാറ്റേണ്ട ആവശ്യകതകളും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ പല സ്ഥലത്തും പല കോണ്ടെക്സ്റ്റിലും പറയാറുള്ള ഒരു കാര്യമാണ്, ഇവിടെ അത് ആവർത്തിക്കുകയാണ്. നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏതോ ഒരു അതിർത്തിയിൽ, കാശ്മീരിലോ ചൈനയുടെ എവിടെയോ ഒരു അതിർത്തിയിൽ. പണ്ട് അങ്ങനെയല്ല. അന്ന് പയ്യലൂരിനെ കൊല്ലംകോട് ആക്രമിക്കും, അല്ലെങ്കിൽ വിത്തനശ്ശേരി ആക്രമിക്കും, അതേ എലവഞ്ചേരി ആക്രമിക്കും, തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ആക്രമിക്കാം. അതായിരുന്നു സ്ഥിതി. ജീവന് സ്വത്തിനൊന്നും യാതൊരുവിധ സംരക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ പരദേവതകളും മച്ചില ഭഗവതിമാരും ഒക്കെ വന്നത് പറയുമ്പോഴാണ് ഞാൻ സാധാരണ അത് പറയാറ്. അമ്മമാരൊക്കെ ഒരുപാട് പ്രസവിക്കും, 10-20 പ്രസവിക്കും. അതിൽ കുറേ കുട്ടികൾ മരിച്ചു, പാമ്പ് കടിച്ചിട്ടും അസുഖം വന്നിട്ടും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടും യുദ്ധത്തിലും ഒക്കെ മരിച്ചു. അപ്പോൾ സർവൈവൽ റേറ്റ് വളരെ കുറവായതുകൊണ്ടാണ് ഒരുപാട് മക്കൾ. അസുഖങ്ങൾ വരാം, കിടപ്പിലാവാം, കന്നുകാലികൾ നശിച്ചു പോവാം, കൃഷി ഇല്ലാണ്ടായി പോവാം,
കരിഞ്ഞു പോകാം, അല്ലെങ്കിൽ വെള്ളം അധികമായിട്ട് അതിവൃഷ്ടി കൊണ്ട് നശിക്കാം. ഇതൊന്നൊക്കെ രക്ഷ വേണ്ടേ? അപ്പം എന്താ, ഒരുപാട് ദേവതകളെയൊന്നും ആരാധിക്കാൻ പറ്റില്ല. അതിനായിട്ട് സങ്കരമായിട്ടുള്ള ഹൈബ്രിഡായിട്ടുള്ള ദേവതകളെ ഉണ്ടാക്കാൻ അങ്ങനെ വന്ന ഒരാളാണ് നമ്മുടെ ഭുവനേശ്വരി. നമ്മുടെ ഭുവനേശ്വരി, കേരളത്തിലെ ഭുവനേശ്വരി കാളിയാണ്, അല്ലാണ്ട് ദശമഹാവിദ്യയിലെ ഭുവനേശ്വരി അല്ല. അസൽ കാളിയാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഭുവനേശ്വരി. ലോകപരമേശ്വരി എന്നും പറയും, കാളിയാണ്. ഇതേ ദേവതകളെ തന്നെ മറ്റു രൂപങ്ങളിൽ ദേശദേവതയായിട്ടും അഭ്യാസം നടക്കുന്ന സ്ഥലത്ത് കളരിയിലെ ദേവതയായിട്ടൊക്കെ പ്രതിഷ്ഠിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദേവതാ സാന്നിധ്യത്തിൽ ഗുരു, ഗണപതി, ഈ ഭഗവതി, ചിലയിടങ്ങളിൽ അയ്യപ്പനുണ്ടാവും, അപൂർവം ചില സ്ഥലങ്ങളിൽ ഹനുമാനെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ദേവതകളുടെ സാന്നിധ്യത്തിലാണ് കളരികൾ രൂപപ്പെട്ടു വന്നിരുന്നത്. അവരാണ് എപ്പോഴും പ്രിസൈഡിങ് ഓഫീസേഴ്സ്. അവരുടെ അധ്യക്ഷതയിലാണ് ഇതുണ്ടാവുക. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വിശേഷമായിട്ടുള്ള ക്രമങ്ങളുള്ളതാണ്. ആയോധന കലകളുടെ പരിശീലനം അഥവാ പ്രയോഗം എന്ന് അർത്ഥം വരണ പയറ്റ്, നമ്മൾ പറയില്ലേ, ഒരു പയറ്റാണ് ജീവിതം. ഞാൻ എടുത്തിട്ട് പയറ്റി എന്നാണ് പറയുക, അല്ലേ? എനിക്കറിയാവുന്ന വിദ്യകളൊക്കെ പയറ്റി. ഇത് നമ്മൾ സ്ഥിരം ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു ആക്ച്വൽ യുദ്ധമൊന്നും അല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ്. അത് നമ്മുടെ പൂർവികമായിട്ടുള്ള ഓർമ്മയാണത്. എന്ത് അഭ്യാസത്തിനെയും പയറ്റെന്നാണ് വിളിച്ചിരുന്നത്. ആ പയറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പയറ്റ് പരിശീലിക്കുന്ന ഗ്രൗണ്ട്, ആ പയറ്റ് പരിശീലിക്കുന്ന അറീന, ആ അറീനയ്ക്കാണ് കളരി എന്ന് പേര്. അത് അക്ഷരം കൊണ്ടാവാം, ആയുധം കൊണ്ടാവാം, വേറെ എന്തെങ്കിലും ഔഷധങ്ങൾ കൊണ്ടാവാം, എന്തുകൊണ്ട് വേണമെങ്കിലും ആവാം. ഏറ്റവും ആഴത്തിലുള്ള അർത്ഥം പക്ഷെ ഇതിൻ്റെ സംസ്കൃത വാക്കിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ കളരി എന്നുള്ള വാക്ക് സംസ്കൃതം മറ്റ് ഭാഷകളിൽ നിന്നും സ്വീകരിച്ചിട്ട് വളർന്നിട്ടുള്ളതാണ്. സംസ്കൃതം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ചട്ടമ്പിസ്വാമി അത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിചാരം സംസ്കൃതം ആദിഭാഷയാണ്, മാതാവാണെന്ന് നമ്മൾ പറഞ്ഞാലും അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ ഭാഷകളുടെയും നല്ലതിനെ സ്വീകരിച്ചിട്ടുണ്ടായ ഒരു കോമൺ ലാംഗ്വേജ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയാറുള്ള ഒരു എന്താ പറയുക കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കോമൺ ലാംഗ്വേജ് ഇത്രയും വൈവിധ്യമുള്ള ഭാഷകളുള്ള ഒരു നാട്ടിൽ ആവശ്യമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആൾക്ക് ഒരു മരുന്ന് വേണം. ആ മരുന്നിന് ഇവിടുത്തെ ഒരു വൈദ്യൻ എഴുതുകയാണ് നെല്ലിക്കയുടെ നീരിൽ എന്ന് എഴുതി കൊടുത്തു പ്രെസ്ക്രിപ്ഷനിൽ. ഇയാൾ ആന്ധ്രയിലാണ് ജീവിക്കുന്നത്. ഇയാൾ ആ നാട്ടിൽ ചെന്നിട്ട് നെല്ലിക്കയുടെ നീരിൽ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നെല്ലിക്ക എന്താണെന്ന് അവിടെയുള്ള വൈദ്യന്, ആ വൈദ്യശാലക്കാർക്ക് അറിയണമെന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലായിടത്തും മനസ്സിലാവുന്നൊരു കോമൺ വാക്ക് ആമലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കയാണ്. അത് ആന്ധ്രയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ നെല്ലിക്കയാണ്. അപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ്. ഇന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് കോമൺ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയത്, അതുപോലെ അങ്ങനെ കോമൺ ആക്കി എടുത്തൊരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കൃതം ഈ കളരി എന്ന വാക്കിനെ അങ്ങോട്ട് അബ്സോർബ് ചെയ്തപ്പോൾ അതിന് കൊടുത്ത വാക്കാണ് കളൂരിക. ഇന്ന് പല സ്ഥലങ്ങളിലും കളൂരിക കാളിയുടെ ഒരു വകഭേദമായിട്ടുള്ള ഭഗവതിയാണെന്നുള്ള ഭാവത്തിൽ പലരും പറയാറുണ്ട്. വാസ്തവത്തിൽ കളൂരിക ഒരു വിശേഷ ഭാവമായിട്ട് കളരിയുടെ അതിദേവതയായിരിക്കുന്ന ഒരു ഭഗവതി എന്നുള്ള അർത്ഥത്തിലെ കളൂരിക ഭഗവതി എന്ന് പറഞ്ഞു. പക്ഷെ കളൂരിക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കളരി എന്ന് തന്നെയാണ്. എറീന, എവിടെയാണോ അഭ്യാസം നടക്കുന്നത് അത് എറീന. അതിന് അനവധി എന്താ പറയുക പണ്ഡിതന്മാർ പല വിധത്തിലുള്ള കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പോൾ ബാലാനന്ദഭൈരവ സ്വാമിയെ പോലുള്ളവരൊക്കെ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ പൊതുമാധ്യമങ്ങളിൽ വിസ്തരിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ എഴുതുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു 4 കൊല്ലം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ മാനുസ്ക്രിപ്റ്റോളജിസ്റ്റ് ആയതുകൊണ്ട് പല സ്ഥലത്തുനിന്നും അദ്ദേഹം അതിൻ്റെ ഈ വാക്കുണ്ടായതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ വ്യുൽപ്പത്തി എന്ന് പറയും, എങ്ങനെ ഈ വാക്കുണ്ടായി, പദത്തിൻ്റെ ഉൽപ്പത്തി എന്താണ്, താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് ചുരുങ്ങിയ ഒരു 1-2 പറയാം. അദ്ദേഹം വളരെ വിശാലമായിട്ടൊരു പോസ്റ്റാണ് എഴുതിയിരുന്നത്, വളരെ ഹെവി ആയിട്ടൊരു പോസ്റ്റാണ്.
അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിളർക്കുക അല്ലെങ്കിൽ തുളയ്ക്കുക എന്നാണ്. ആ ധാതുവാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഖതി പിളർക്കുക, തുളയ്ക്കുക. അപ്പം നമ്മൾ ഖതിരാരിഷ്ടം എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ആയുർവേദത്തിൽ. ഇത് വ്യുൽപ്പത്തി രത്നാകരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത്. ആ പിളർക്കുക, തുളയ്ക്കുക എന്നൊക്കെ ഉള്ള ആ ധാതു എന്നാണ് അത്ര കളൂരിക എന്നുള്ള വാക്ക് ഉണ്ടായത് എന്ന് ആദ്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ അർത്ഥം പറയുന്നുണ്ട്. ഫിലോസഫിക്കലായിട്ടുള്ള അർത്ഥം എപ്പോഴും നമുക്കെപ്പോഴും ഒരു പദത്തിന് രണ്ടർത്ഥം ഉണ്ടാവും. ഒന്ന് വാക്കിൻ്റെ എക്സാക്റ്റ് അർത്ഥം, രണ്ട് അത് സൂചിപ്പിക്കുന്ന വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ. ഒന്ന് മാത്രമാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ അടുത്ത കാലത്തൊരു ഉഗ്രൻ കോമഡി പോസ്റ്റ് കണ്ടു. വരാഹം എന്ന് പറഞ്ഞാൽ പന്നിയല്ല, അത് മേഘമാണ്. വേദങ്ങളിൽ പറയണം അങ്ങനെയാണ്. പറന്ന് നടക്കുന്നുണ്ട് വാട്സപ്പിൻ്റെ അകത്ത്. അതതിൻ്റെ ഒരർത്ഥം മാത്രമാണ്. അടിസ്ഥാന അർത്ഥം പന്നി തന്നെയാണ്, കാട്ടുപന്നി തന്നെയാണ് അർത്ഥം. ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തനിക്കിഷ്ടമുള്ള അർത്ഥം മാത്രം ശരി എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ചില ആചാര്യന്മാർ ശ്രമിക്കും. സനാതനധർമ്മം അതിന് വഴിപ്പെട്ട് നിൽക്കണമല്ല. സനാതനധർമ്മത്തിൽ അനവധി അർത്ഥങ്ങൾ കോണ്ടക്സ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം എന്നുള്ള സൗകര്യവും സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ ഏതൊന്നുകൊണ്ടാണോ ഒരാൾ പരിശ്രമിക്കുന്നത് അതിനെ ശ്രമം എന്ന് വിളിക്കണം എന്നുള്ള അർത്ഥം വരണം. ശ്രാമ്യതേ അനേന ഇതി ശ്രമ എന്നൊരു പ്രമാണം പറയുന്നുണ്ട്. അതായത് എന്തൊന്നുകൊണ്ടാണോ ഒരാൾ എഫർട്ട് ഇടുന്നത് ആ എഫർട്ട് ഇടുന്ന ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് ശ്രമം. അത് ശാരീരികമായിട്ടുള്ള ശ്രമമാവാം, ഇൻ്റലക്ച്വൽ ബൗദ്ധികമായിട്ടുള്ള ശ്രമമാവാം, സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ശ്രമമാവാം. ശ്രമം മൂന്ന് തരത്തിൽ സംഭവിക്കാം. ദേഹം കൊണ്ട് ഉഴയ്ക്കാം, ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ടും നമ്മൾ ഉഴയ്ക്കാം, ആത്മീയമായിട്ടും നമുക്ക് ഉഴയ്ക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന മൂന്ന് തരത്തിലും ശാരീരികം, മാനസിക, ബൗദ്ധികം, ആത്മീയം, ഈ മൂന്ന് തരത്തിലും ശ്രമിക്കുന്ന സ്ഥലമേതോ അത് കളൂരിക. അർത്ഥം എവിടെ പോയി? ശരീരം നന്നായിട്ട് അഭ്യസിക്കുക, ശരീരത്തിൻ്റെ ബലം അഭ്യസിക്കുക, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ബലം അഭ്യസിക്കുക, ആത്മീയ ബലം അഭ്യസിക്കുക. അപ്പം അത് വെറും പയറ്റ് മാത്രമാണോ? വെറും ഒരു ആയുധവിദ്യ കളിക്കൽ മാത്രമാണോ? അല്ല. അതിലും ഉപരിയായിട്ട് ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയ്ക്ക്, അവനാണോ ആവട്ടെ പെണ്ണാവട്ടെ, സ്ത്രീയോ പുരുഷനോ, അത് സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും അവരുടെ പരിപൂർണമായിട്ടുള്ള ടാലൻറ്റുകളെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ എന്തൊരു എറീന ഉണ്ടാക്കിയിട്ടുണ്ടോ അത് കളരി. ഇത്ര വിശാലാർത്ഥം കേരളത്തിൻ്റെ അകത്തുണ്ടായി കളരിക്ക് അല്ലാതെ പുറത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. ഇവിടുന്ന് പുറത്തേക്ക് ഇത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വേറൊരു ഗ്രന്ഥം കൂടെ സ്വാമി പറയുന്നുണ്ട്, ഹലായുധകോശം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിനെ കുറിച്ച്. അഭ്യാസം കഥ്യതേ യോഗ്യ ശ്രമസ്ഥാനം കളൂരിക. ചിട്ടയായിട്ട് പരിശ്രമം എവിടെ നടക്കുന്നുണ്ടോ ആ ഇടത്തിൻ്റെ പേര് കളൂരിക എന്ന്. പിന്നെ വേറൊരു ഗ്രന്ഥം പറഞ്ഞു, സുശീലനാമമാല എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിനെ എടുത്തിട്ട് പറഞ്ഞു, ശസ്ത്രാഭ്യാസ സ്ഥലം തദ്ഭൂ സ്യാദ് ഖലൂര ഖലൂരിക. ആയുധ പരിശീലനത്തിൻ്റെയും അതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള ശാസ്ത്രം പഠിക്കണതിൻ്റെയും സ്ഥലമാണ് കളൂരിക എന്ന്. അപ്പം കളരിയിൽ പഠിക്കൽ എന്ത് മാത്രമല്ല, പയറ്റ് മാത്രമല്ല, വടിയും അമ്പും വില്ലും അല്ലെങ്കിൽ വാള് കൊണ്ടുള്ള ഉറുമി കൊണ്ടുള്ള സ്ഥലമാണ് കളരി എന്നല്ല. എന്ത് പഠിക്കുന്നോ ആ പഠിക്കുന്ന സ്ഥലം കളരിയാണ്. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് പറയണു പത്മസംഹിത. അതിനെ വാസ്തുവിദ്യയുടെ കാഴ്ചപ്പാടിൽ പറയണു, കളൂരിക സമായുക്തം ചാങ്കണ സംയുതം. ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും ഇടയിൽ, അതായത് ഇന്ദ്രൻ വെച്ചാൽ കിഴക്ക് വശം, അഗ്നി വെച്ചാൽ തെക്ക് കിഴക്ക് വശം. ഇപ്പം കിഴക്ക് ഇതാണെങ്കിൽ ഇത് തെക്ക് കിഴക്ക്, ഇത് തെക്ക്, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് കിഴക്ക്, ഇതിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇത് കിഴക്കായിരിക്കും, അതായിരിക്കും തെക്ക് കിഴക്ക്. അപ്പോൾ ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും ഇടയിൽ, അവിടെയാണ് തെക്ക് കിഴക്കേ മൂലയിൽ ശക്തിയുടെ അഗ്നിമയമായിട്ടുള്ള സ്ഥാനത്ത് കളൂരിക ഇരിക്കണു. കളരി സ്ഥാപിക്കേണ്ട ഒരു വാസ്തു നിർദ്ദേശമാണ് അവിടെ വന്നിരിക്കുന്നത്. എവിടെയായിരിക്കണം അത്? ഇതിനെ വെറുതെ ആയുധകല എന്ന് വിളിക്കുന്നത്. കളരിപ്പയറ്റ് എന്താ? കുട്ടികളുടെ അടുത്ത്, മലയാളി കുട്ടികളുടെ അടുത്താണ് ചോദിച്ചാൽ പറയും അതൊരു ആയോധന കലയാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ പറയും മാർഷൽ ആർട്ട്. നമുക്ക് പോലും അറിയാത്ത അവസ്ഥയായി കഴിയും ഇതെന്താണെന്നുള്ളത്. വാസ്തവത്തിൽ അതിൻ്റെ ആഴത്തിലുള്ള സത്യം മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള അവസ്ഥ എത്തണം. ഇതൊരേ സമയം ശരീരത്തിൻ്റെ ശാസ്ത്രമാണ്, വൈദ്യശാസ്ത്രമാണ്,
തന്ത്രമാണ്, യോഗയാണ്, ആത്മീയമായിട്ടുള്ള ഒരു എക്സലൻറ്റ് ഡിസിപ്ലിനാണ്, അച്ചടക്കമാണ്. 64 കലകളും പഠിപ്പിക്കുന്ന സ്ഥലമാണ്. പഴയ കാലത്ത് നീതിന്യായ കോടതിയാണ്. പാലക്കാട് പ്രദേശങ്ങളിലൊക്കെ നോക്കിയാൽ നമ്മൾ മന്നങ്ങൾ കാണും, മന്നത്ത് ഭഗവതികൾ. ഈ മന്നം കോടതിയാണ്, കൊണ്ടുവന്ന് സത്യം ചെയ്യിക്കുന്ന അവിടെയാണ്. പല നാട്ടുകോടതികളാണ് ഈ ചെറിയ ചെറിയ മന്നങ്ങളൊക്കെ. ഇതിൻ്റെ ഹൈക്കോടതി, സുപ്രീം കോടതി, സുപ്രീം അല്ലെങ്കിൽ ഹൈ എന്ന് പറഞ്ഞ വാക്കാണ് കൊയൽ, കോയിക്കൽ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ സുപ്രീം, ബിഗ്ഗസ്റ്റ്, ഹയസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം പഴയ മലയാളം. കൊയൽ മന്നം, കുഴൽ മന്നല്ല, ശരിക്കും പറഞ്ഞു കുഴലാക്കിയതാ. ഇവിടെ കുഴൽ വിളിച്ച് അവിടെ കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കഥകളൊക്കെ ഉണ്ട്. കുതിരവട്ടത്ത് തമ്പാന്മാരുടെ കോടതി നിന്നിരുന്ന സ്ഥലമാണ്. കുതിരവട്ടത്ത് നായന്മാർ, സാമൂതിരിയുടെ സാമന്ത രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട കോടതി നിന്നിരുന്നൊരു സ്ഥലമാണ് കുഴൽമന്നം. അവിടെ വെച്ചിട്ട് അവർ വധശിക്ഷ അടക്കമുള്ള സകല കാര്യങ്ങളും അവർ നിശ്ചയിച്ചിരുന്നു. അവരുടെ കളരി ഉണ്ടായിരുന്നു. പിന്നെ ഈശ്വരനെ ആരാധിക്കുന്ന സ്ഥലമാണ്. കളരിയിൽ പൂത്തറ ഉണ്ടാവും, നമ്മൾ പോയി തൊഴും. പഴയ കാലങ്ങളിൽ കളരിയിൽ പ്രതിഷ്ഠ ഉണ്ടാവില്ല, പൂത്തറയായിരിക്കും ഉണ്ടാവും. തട്ടായിട്ട് 5 തട്ട്, 7 തട്ട്, 9 തട്ട്, അതിലാണ് കണ്ടിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ കോർണറിൽ ഇങ്ങനെ 3 വട്ടത്തി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അതിലിങ്ങനെ വാളും പരിചയൊക്കെ ചാരി വെച്ചിട്ടുണ്ടാവും. അത് പൂത്തറ എന്ന് പറയും. അതിലേക്ക് ഇപ്പോൾ വെറുതെ ഒരു ചാറ് പറയൽ മാത്രമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിസ്തരിക്കാൻ പറ്റില്ല, എന്നാലും നോക്കാം. അപ്പോൾ ഒരേ സമയം പോരാളിയും അതേ സമയം വൈദ്യനും, ഒരേ സമയം ഉഗ്രതയും അതേ സമയം കാരുണ്യവും, ഇങ്ങനെ എക്സിസ്റ്റൻസിൻ്റെ, അസ്തിത്വത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നോർത്ത് പോളും സൗത്ത് പോളും 2 മുഖങ്ങൾ ഒരേ സമയം ഒരാളിൽ വരികയാണ്. നമ്മൾ കാളിയെ പറയും അമ്മ ഒരേ സമയം അമ്മയാണ്, അതേ സമയം തന്നെ ഭക്ഷകയാണ്, കൊന്നുകളി. അതേ സ്വഭാവമാണ് കളരിക്ക്. ഒരേ സമയം രക്ഷിക്കും, അതേ സമയം ശിക്ഷിക്കും. ഇങ്ങനെ പ്രാചീനമായിട്ടുള്ളൊരു ആശയം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിലായപ്പോഴാണ് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള സിസ്റ്റങ്ങൾ വരുന്നത്. സനാതന ധർമ്മത്തിൽ ബ്ലാക്കും വൈറ്റും സിസ്റ്റങ്ങളില്ല. ദൈവത്തിന് തുല്യം ശക്തനായിട്ട് ഇപ്പുറത്തൊരു കറുത്ത ശക്തി ഇല്ല. നമുക്കെല്ലാം ഭഗവാനാണ്, എല്ലാം ഈശ്വരനാണ്, എല്ലാം അമ്മയാണ്. കറുത്തതും വെളുത്തതും നല്ലതും തീയതും ശക്തവും അശക്തവും ഇരുളും വെളിച്ചവും സകലതും ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ ഉഗ്രതയും കരുണയും, യുദ്ധവും വൈദ്യവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ കളരികളിൽ അഭ്യസിപ്പിക്കപ്പെട്ടു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആവിഷ്കാര സ്ഥലങ്ങളായിരുന്നു കളരി എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആ കംപ്ലീറ്റ്നെസ് കളഞ്ഞു കുളിച്ചപ്പോഴാണ് മലയാളി നശിക്കാൻ തുടങ്ങിയത്. മലയാളിയുടെ പതനം തുടങ്ങുന്നത് കളരികളുടെ വീഴ്ചകളിൽ നിന്നാണ്. കളരികൾ ഇല്ലാണ്ടായതോട് കൂടിയിട്ട് മച്ചിലിരിക്കുന്ന ഭഗവതിമാർക്കും ബുദ്ധിമുട്ട് തുടങ്ങി, സർപ്പങ്ങൾക്കും പ്രശ്നമായി. കാരണം ചിട്ട പോയി. ഈ കളരികളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ പഴയ പാരമ്പര്യത്തിൻ്റെ സകലതും ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണത്തിലേക്ക് വരാം. ശൈവമായിട്ടുള്ള ആഗമങ്ങളുണ്ട്, ശൈവാഗമങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ച്. അതിൽ 5-ാം നൂറ്റാണ്ടിൽ ഈ ഒരു വിശേഷമായിട്ടുള്ളൊരു ഗ്രന്ഥം, ഇപ്പം നമ്മൾ കൽപ്പാത്തിയിലൊക്കെ ആ ആഗമമാണ് ഫോളോ ചെയ്യണത്. കൽപ്പാത്തി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലൊക്കെ കാമികാഗമം എന്ന് പറയും, അതൊരു ആഗമഗ്രന്ഥമാണ്. അതിൽ സൈനികാഭ്യാസത്തിനുള്ള സ്ഥലമായിട്ട് കളൂരിക എങ്ങനെ നിർമ്മിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ദേവപ്രശ്നത്തിൻ്റെ പ്രധാന ക്ഷേത്രങ്ങളിലുള്ള നടത്തേണ്ട പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള പ്രശ്നമാർഗത്തിലും കളൂരിക ശബ്ദം വരുന്നുണ്ട്. കളരിപ്പയറ്റിൻ്റെ ഉത്ഭവം മുതൽക്ക് തന്നെ ശരിക്കും നോക്കിയാൽ കാണാം ഇത് ഒരു ശൈവ ശാക്തയ ആചാരത്തിലാണ് കിടക്കുന്നത്. വൈഷ്ണവമായിട്ട് കളരിയിൽ കാണാൻ പറ്റില്ല. ശൈവവും ശാക്തയവുമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. ശിവൻ എന്നാണ് ഇതിൻ്റെ മുഴുവൻ ഉത്ഭവം. കാളിയിൽ കൂടെ, പരശുരാമനിൽ കൂടെ, നന്ദിയിൽ കൂടെ, അഗസ്ത്യരിൽ കൂടെ അത് മനുഷ്യരിലേക്ക് എത്തിയെന്ന് മാത്രം. കളരിയുടെ ആദ്യകാല ദേവതകളൊക്കെ ഇവരാണ്. ഇത് മുഴുവൻ അച്ഛൻ എന്നാ, മഹാദേവൻ എന്നാ വരണം. അച്ഛൻ പഠിപ്പിക്കാത്ത ഒന്നും മക്കൾ പഠിച്ചിട്ടില്ല പ്രപഞ്ചത്തിൽ. എല്ലാം പഠിപ്പിച്ച അച്ഛനാ. ചിലത് അച്ഛൻ അറിഞ്ഞു തന്നു,
ചിലത് അച്ഛൻ്റെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി ഇങ്ങോട്ട് തന്നു. അതിൽ ഏറ്റവും വലിയ ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ള ആൾ സുബ്രഹ്മണ്യ സ്വാമി. കളരിയുടെ ചുവടുകൾ അഗസ്ത്യരിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ആ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്, മുരുകനാണ്. അതുകൊണ്ട് ഒരു സർവകലാശാലയായിട്ട് കളരി എങ്ങനെ മാറി എന്ന് നോക്കുമ്പോൾ ശിവൻ എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് പ്രപഞ്ചത്തിൻ്റെ ചാൻസലർ. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പോലും ഇല്ല, ചാൻസലറാണ്. പ്രപഞ്ചം ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, പ്രപഞ്ചം ഒരു സർവകലാശാലയാണെങ്കിൽ ആ സർവകലാശാലയുടെ മേധാവി, സകല അറിവിൻ്റെയും ഫൗണ്ടൻ ഹെഡ്, സ്രോതസ് ആ മഹാദേവനാണ്. ആ മഹാദേവൻ തന്നെയാണ് കളരിയുടെ സമ്പ്രദായം വന്നിരിക്കുന്നത്. കേരളത്തിൽ വളരെ ഗൂഢമായിട്ടുള്ള ചില പാരമ്പര്യങ്ങളിൽ കൂടെ കാലാകാലങ്ങളായിട്ട് തലമുറകളിൽ കൂടെ ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ഒരു കളരിയുടെയും എന്താ പറയുക, കേരളത്തിൻ്റെ മാഹാത്മ്യത്തിനെ കുറിക്കുന്ന ഒരു വാക്കുണ്ട്. ഭാരതത്തിൽ ഓരോരോ സ്ഥലങ്ങൾ ഇന്നിതിനൊക്കെ പ്രസിദ്ധമാണ്. കേരളം എന്തിനാ പ്രസിദ്ധം? മന്ത്രസിദ്ധിസ്തു കേരള എന്നാണ്. മന്ത്രസിദ്ധിക്ക് കേരളമാണെന്ന് പ്രശസ്തം. അപ്പോൾ എത്ര വലിയ മാന്ത്രികന്മാരിവിടെ ജീവിച്ചിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. ഇന്നിപ്പോൾ എല്ലാവരും കിടന്ന് പ്രാവുണ്ട്, നാടൻ ഭാഷയെ പറഞ്ഞാൽ. പൂർവികർ അത് ചെയ്ത് വെച്ചോണ്ടാണ് ഈ പറമ്പ് ഇപ്പോൾ വിൽക്കാൻ പറ്റാണ്ടായത്, ഈ വീട് വിൽക്കാൻ പറ്റാണ്ടായത്, ആ പ്രശ്നമായത്, ഈ പ്രശ്നമായത്. ഇതൊക്കെ കേരളത്തിൽ പണ്ട് മന്ത്രജപം അഭ്യാസവും ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താ? ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ പ്രകൃതി, സർപ്പങ്ങൾ, രോഗങ്ങൾ, 6-7 മാസം നിൽക്കുന്ന മഴ, തണുത്ത് കിടക്കണ അന്തരീക്ഷം, ചൂട് വരുമ്പോൾ കൊടും ചൂടിലേക്ക് പോവുക, ട്രോപ്പിക്സിനോട് അടുത്ത് കിടക്കണോണ്ട് 2 അതിശക്തമായിട്ടുള്ള മഴക്കാലങ്ങൾ നമുക്കുണ്ട്. അതിൽ തുലാവർഷം എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ളൊരു മഴക്കാലവും ഇടവപ്പാതി എന്ന് പറയുന്ന കുളിർമ തരുന്നൊരു മഴക്കാലവും. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിച്ച് പോയിണ്ടായത്. ഇന്ന് നമ്മൾ ഈ കഴിക്കണ ഈ കർക്കിടക കഞ്ഞി കിറ്റ് ഇതൊക്കെ വാങ്ങി തിന്നുണ്ട്. ഇത് മുഴുവൻ ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി കളരി സമ്പ്രദായങ്ങളിൽ നിന്നുണ്ടായതാണ്. ഈ കർക്കിടക കഞ്ഞി പോലും കളരി സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ആണ് മന്ത്രസിദ്ധി വേണ്ടത് എന്ന് പറയുന്ന മന്ത്രസിദ്ധി വേണമെങ്കിൽ കേരളത്തിൽ ചെന്നാൽ മതി. അങ്ങനെയായിരുന്നു പണ്ട്. അത് വീമ്പളക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. കാരണം കളരി സ്പന്ദിക്കുന്ന ഹൃദയമായിരുന്ന ഒരു സംവിധാനത്തിൽ മന്ത്രസിദ്ധി ഉണ്ടാവുള്ളൂ. കളരി ഈസ് ഈക്വൽ ടു ഫിസിക്കൽ ഡിസിപ്ലിൻ, മെൻ്റൽ ഡിസിപ്ലിൻ, സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഇത് മൂന്നും ഉള്ളവനെ മന്ത്രം കിട്ടുള്ളൂ. മന്ത്രം സിദ്ധമാവണമെങ്കിൽ അത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഫോണിലോ കിട്ടിയിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ 3 അച്ചടക്കമുള്ള ഗുരുനാഥൻ ഈ പറഞ്ഞ 3 അച്ചടക്കമുള്ള ശിഷ്യനിലേക്ക് കൊടുക്കണം. അതിനുള്ള സംവിധാനം എന്താ? ആ സംവിധാനത്തിൻ്റെ പേരാ കളരി. ആ കളരികളിൽ കളരി ആയിരുന്നു ഈ പറയുന്ന ഈ വലിയ പേരെടുത്ത് പറയണ ഈ പ്രമാണത്തിൻ്റെ മന്ത്രസിദ്ധിസ്തു കേരളേ എന്ന് പറയാൻ നമ്മളെ കെൽപ്പുള്ളവരാക്കിയത്. കോളനി വൽക്കരണത്തിനും അത് കൊണ്ടുവന്നിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള തകർച്ചകൾക്കും മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ കളരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവിജ്ഞാനത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സർവകലാശാലകൾ തന്നെയായിരുന്നു. നമുക്ക് പറയാൻ ഇപ്പോൾ നോർത്തിലെ പോലെ നളന്തയോ തക്ഷശിലയോ ഒന്നും ഇല്ലായിരുന്നിരിക്കാം. പക്ഷെ ഓരോ ഗ്രാമത്തിലും ഓരോ കുട്ടി നളന്തിയും ഓരോ കുട്ടി തക്ഷശിലയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓരോ തറവാടുകളിലും ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ യഥാർത്ഥ ഗുരുകുലങ്ങൾ 64 കലകളും പഠിപ്പിക്കുന്ന പാഠശാലകൾ. അത് വെറുതെ വിദ്യ കൊടുക്കുന്ന സ്ഥലം മാത്രമല്ല, അത് ഒരേ സമയം അനവധി ദേവതകളെ ബഹുദേവാരാധനകൾ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതിരഹസ്യവും നിഗൂഢവുമായിട്ട് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിദ്യകൾ, മരുന്നുണ്ടാക്കണ ശാലകൾ. നോക്കൂ, കളരിയുടെ ഏറ്റവും വലിയ സിംഗിൾ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്കൊക്കെ അറിയണ ഒരു എണ്ണയാണ്. ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ നിങ്ങളത് കാണില്ല, അഷ്ടാംഗത്തിൽ കാണില്ല, എവിടെയല്ല. മുറിവെണ്ണ. മരുന്നുണ്ടാക്കണ മരുന്നുൽപാദന സ്ഥലങ്ങൾ. മാസ് പ്രൊഡക്ഷൻ ഇല്ല, ആവശ്യത്തിന് പച്ചമരുന്നുകൾ സംഘടിപ്പിച്ച് അപ്പം ഉണ്ടാക്കുക. ശരിയായിട്ടുള്ള ചവിട്ടി ഒഴിച്ചിൽ, ഇരുത്തിയിട്ടുള്ള ഒഴിച്ചിൽ, ഈ കൈകൊണ്ടുള്ള ഒഴിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ. അത് പിന്നീട് എവിടെയൊക്കെ എത്തിയെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കൃഷ്ണാട്ടത്തിൽ, കഥകളിയിൽ എങ്ങനെയാ ഈ കഥകളിയും കൃഷ്ണാട്ടമൊക്കെ എന്തുകൊണ്ട് ഇത്ര ഇന്നും നിലനിൽക്കുന്നത്? എങ്ങനെയാണ് ആ അഭ്യാസബലം ഉണ്ടാക്കുന്നത്? കലാകാരൻ കളരിയാണ്.
കാരണം പണ്ടത്തെ പട്ടാളക്കാരൻ തന്നെയാണ് പീസിൻ്റെ സമയത്ത്, സമാധാനത്തിൻ്റെ സമയത്ത് വേഷം കെട്ടി ആടിയിരുന്നത്. മാനവേദൻ തമ്പുരാൻ്റെ പട്ടാളക്കാർ തന്നെയാണ് സമാധാനത്തിൻ്റെ കാലത്ത് കൃഷ്ണാട്ടം കെട്ടിയാടിയിരുന്നത്. നമ്മുടെ ഈ കുത്തനൂരും ഈ കുനിശ്ശേരിയൊക്കെ ഉള്ള ഭാഗത്തുള്ള പട്ടാളക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഗുരുവായൂർ ഏറ്റവും കൂടുതൽ കൃഷ്ണാട്ടം കലാകാരന്മാരുള്ളത്. അതിൻ്റെ പാരമ്പര്യം അവിടെയാണ്. ഈ ചേരിക്കല്ലുകൾ, സ്വാമിമാരുടെ ചേരിക്കല്ലുകളായിരുന്ന സ്ഥലങ്ങളിൽ. അതും അപ്പോൾ എല്ലാറ്റിലും ഇന്നും നമ്മൾ കഥകളിയും കളരി എന്നല്ലേ പറയുക. കളരി കഥകളിയുടെ കളരി എന്നാണ് പറയും. മഴക്കാലം വന്ന ഈ പുറത്തുള്ള പരിപാടികളൊക്കെ നിർത്തിയിട്ട് ചവിട്ടി ഒഴിച്ചിലും ഈ പരിപാടികളും നടത്തുന്നത്, ശരീരത്തിന് ബലം കൊടുക്കുന്നത്, ഔഷധ സേവ, ഇതൊക്കെ ഇന്നും നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണാട്ടം ഉണ്ടാവില്ല. മഴക്കാലത്ത് ജൂൺ, ജൂലൈ, സെപ്റ്റംബർ വരെ ഉണ്ടാവില്ല. ഇപ്പം നാട്യസംഘത്തിലാണെങ്കിലും കലാമണ്ഡലത്തിലാണെങ്കിലും ഒക്കെ തന്നെ പുറത്ത് കളിയില്ല. ശരീരം ഉറപ്പിക്കണ കാലമാണ്. എവിടുന്ന് അത് വരണത്? മഴക്കാലത്ത് കളരികളിൽ പണ്ട് ഇങ്ങനെയായിരുന്നു. അത് അങ്ങനെ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി വിദ്യകളുടെ കലവറ മാത്രമല്ല, പോലീസ് സ്റ്റേഷനായിരുന്നു. കള്ളനെ പിടിച്ചാൽ കൊണ്ടുപോകണം അങ്ങോട്ടാണ്. ഒരു തെറ്റ് ചെയ്താൽ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ്. പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ അവിടെയാണ്, കോടതികൾ അവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ രാജകീയ സൈന്യങ്ങൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ, നായർ പരിശീലന കേന്ദ്രം 1000-ഓളം നായന്മാരെ പരിശീലിച്ചിരുന്ന, 10,000-ഓളം നായന്മാരായിട്ട് പരിശീലിച്ചായിരിക്കും, ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വലിയ കോലത്തിരി രാജാവിൻ്റെ കളരി, ആ കളരിയെ പ്രിസൈഡ് ചെയ്തിരുന്ന ഭഗവതിയാണ് ഇന്നത്തെ പ്രസിദ്ധമായിട്ടുള്ള കളരിവാതുക്കൽ ഭഗവതി. വടക്കൻ കേരളത്തിലെ ഏറ്റവും ഗംഭീര ശാക്തേക്കാവുള്ളതാണ് കളരിവാതുക്കൽ അമ്മ. ആ അമ്മ കളരിവാതുക്കൽ എന്നുള്ള അതിൻ്റെ പേരന്നെ, അതായത് അറ്റ് ദ ഗേറ്റ് ഓഫ് ദ കളരി, കളരിയുടെ ഗേറ്റിലിരിക്കുന്നവൾ. കോലത്തിരിയുടെ ഏറ്റവും വലിയ ആയുധാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ ഇരുന്ന അമ്മയുടെ പേരാണ്. മാത്രമല്ല, രാജാക്കന്മാർ പോലും വന്ദിക്കുന്ന ഗുരുമണ്ഡലം കൂടിയായിരുന്നു. തമ്പുരാക്കന്മാർ പോലും വന്നിട്ട് അവിടുത്തെ പ്രധാന ആചാര്യന്മാരെ തൊഴുതു നിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ രാജകുമാരന്മാരായിരുന്നവർ പോലും അവരുടെ വലിപ്പച്ചെറുപ്പമൊക്കെ വിട്ട് അവർ ഇത്തരം കളരികളിൽ പോയിരുന്നു. 15 വയസ്സ് 14-15 വയസ്സ് കാലത്ത് പന്തളത്തുനിന്ന് ഒരു കുട്ടി ഇതുപോലെ പോയിരുന്നു ആലപ്പുഴയ്ക്ക്. മുഹമ്മേലുള്ള ചീരപ്പഞ്ചറ കളരിയിൽ പോയിട്ട് അവിടെ പോയി പൂഴിയങ്കം പഠിച്ചു. 16 വയസ്സ് കഴിഞ്ഞപ്പോൾ കരിമല കയറി ഉദയനെ കൊന്ന് 17 വയസ്സ് തികയുന്നതോട് കൂടിയിട്ട് ഇന്ന് മണിമണ്ഡപം ഇരിക്കണം അവിടെ സമാധിയായി. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കഥ അതാണ്. ആ സ്വാമി പഠിച്ച കളരി ഇന്ന് നിങ്ങൾക്ക് ആലപ്പുഴയിൽ പോയാൽ കാണാം. മുഹമ്മേൽ ഭഗവാന്റെ കച്ച ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പൊടിയാറായതുകൊണ്ട് അത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഭഗവാൻ കെട്ടിയിരുന്ന വീരാളിപ്പട്ട്. കാരണം അരയുടെ ഭാഗത്ത് അസ്ഥികൂടം വരാത്തത് കൊണ്ട് വെട്ടുകൊണ്ടാൽ പെട്ടെന്ന് മുറി, ഉണങ്ങാനും ബുദ്ധിമുട്ടാണ്. വയറിൽ മുറിവുണ്ടായ വിഷവാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണങ്ങില്ല, ആൾ പഴുത്തു മരിക്കും. അതുകൊണ്ട് വെട്ടുകൊണ്ടാലും അതിലുടനടി മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വിശേഷപ്പെട്ട മരുന്നുകളുടെ ചാറിൽ മുക്കി ഉണക്കിയ വീരാളിപ്പട്ടണ അരയിൽ കെട്ടുക. അത് കച്ച മുറുക്കുക എന്നാണ് പറയുക. അത് മുറുക്കിയിട്ടാണ് ഇവർ പോകുന്നത്. പണ്ട് കച്ചയും മെഴുക്കും കൊടുക്കുക എന്നാണ് പറയുക. ഇപ്പോൾ കഥകളിയിൽ തന്നെ ഗുരുനാഥൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ ആദ്യമായിട്ട് കഥകളിക്ക് ചേരുമ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് കച്ചയും മെഴുക്കും. കുട്ടി എടുത്ത് കൊടുക്കുക, കച്ചയും മെഴുക്കും എടുത്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. കളരിയുടെ ആദ്യ പാഠാണ് കഥകളിയാണെങ്കിലും അഭ്യാസത്തിലാണെങ്കിലും. അതുകൊണ്ട് കേരളത്തിൻ്റെ കളരി പാരമ്പര്യം എന്ന് പറയുന്നത് അതിനെ ചുരുക്കി വെറും ഒരു പയറ്റിൻ്റെ മാത്രം ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരേണ്ടതല്ല. കളരിക്കുള്ളിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടോ 64 കലകളിൽ ഉണ്ടായിരുന്ന വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറയാം. ആയോധന കല പ്രൈമറിലി നമുക്കൊക്കെ അറിയണമാതിരി തന്നെ വാൾപ്പയറ്റ്, വടിത്തല്ല്, ഉറുമി കൊണ്ടുള്ള പ്രയോഗങ്ങൾ. ഉറുമി അവസാനമേ പഠിപ്പിക്കുള്ളൂ, ഉറുമി ആദ്യം പഠിപ്പിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവനവനെ തന്നെ മുറിപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് ഇത് കൺട്രോളില്ലെങ്കിലും. അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് ഉറുമി പഠിക്കുക. അത് തന്നെ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് പൂഴിക്കടകനൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഉറുമി ഉപയോഗിക്കുന്നത്. ഭഗവാൻ അത് പഠിക്കാനാണ് സ്വാമി പോയത് ചീരപ്പഞ്ചിറക്കി. നമ്മൾ പറയും 18 അടവും പഠിച്ച് 19ാമത്തെ അടവ് പഠിക്കുക എന്നൊക്കെ പറയും. ഈ അടവുകൾ മുഴുവൻ പല ലെവൽസ് ഓഫ് സ്കിൽസ് തന്നെയാണ്. നമ്മൾ ഇന്നിപ്പോൾ പറയും 10ാം ക്ലാസ്സിൽ പഠിച്ചു, 12th ആയി, അത് കഴിഞ്ഞ് ഡിഗ്രി ആയി, PG ആയി, MPhil ആയി, PhD ആയി എന്ന് പറഞ്ഞ പോലെയുള്ള ലെവൽസാണത്. അപ്പോൾ ആയോധനം പഠിപ്പിക്കും. 2 ജ്യോതിഷം. ഇന്നും നമ്മളറിയാം പാടൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജ്യോതിഷന്മാരുടെ വീടുകളിൽ കളരിക്കലിനെ കാണുക.
പാടൂര് കളരിക്കൽ അല്ലേ? മമ്മിയൂർ കളരി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള, ആ കാലത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കളരിയായിരുന്നു. ഹൈദരാലി മുഹൂർത്തം കുറിപ്പിക്കുമായിരുന്നു അവിടെ, ദൂതനെ അയച്ചിട്ട്. ആ മമ്മിയൂർ കളരിയിൽ ഉണ്ണീരി പണിക്കരാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴ ആറിലാ കിടക്കണമെന്ന് പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചത്. കാരണം ഈ വിഗ്രഹം എവിടെ കൊണ്ടിട്ടുണ്ടെന്ന് പണ്ട് ആർക്കും അറിയില്ലായിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ എവിടെ പോയി ഈ വിഗ്രഹം എന്നറിയില്ല. ടിപ്പുവിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം 6 കൊല്ലം കടന്നുപോയി. ഇന്നത്തെ മാതിരി ആരും എവിടെ എഴുതിയൊന്നും വെക്കില്ല, ആരും വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ടില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടേ വിഗ്രഹം വെച്ചിട്ടുണ്ടെന്നൊന്നും എഴുതിയിട്ടില്ല. ഇത് എവിടെ പോയി എന്നറിയില്ല. ഈ മമ്മിയൂർ കളരിയിൽ ഉണ്ണീരി പണിക്കരാണ് പ്രശ്നം വെച്ച് കണ്ടെത്തണത്. ഗുരുവായൂരപ്പൻ്റെ ഉത്സവ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇരിക്കുന്നുണ്ട്, അമ്പലപ്പുഴ 6 ഭഗവാന്റെ വിഗ്രഹം കിടപ്പുണ്ടെന്ന്. ഇന്നിപ്പോൾ ആ കഥയൊക്കെ മാറ്റിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളത്തിലാട്ട് കിണറിലാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഓടിപ്പോയവർ അവരുടെ കൊള്ളരുതായ്മ മറയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി കഥയുണ്ടാക്കുന്നുണ്ട്. ഗുരുവായൂരപ്പനെ എല്ലാവരും ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. 2 ആൾക്കാർ, ആ കക്കാട് നമ്പൂരി മല്ലിശ്ശേരിയും അന്നത്തെ കാരണവരും മല്ലിശ്ശേരിയും കൂടെയാണ് ഭഗവാനും ചുമന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് രക്ഷിച്ചത്. അപ്പോൾ അവർ അവിടുന്നും പോയി. ഒരാൾ അവിടുന്ന് എങ്ങോട്ട് പോയി എന്നറിയില്ല, മറ്റൊരാൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഭജന ഇരിക്കും, പിന്നെ അവിടുന്ന് മരിച്ചു പോവുകയും ചെയ്തു. നാട്ടിലറിയില്ല. ഈ മമ്മിയൂർ കളരിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഇന്നും മമ്മിയൂർ കളരിക്ക് ഇപ്പോഴും രേഖകൾ നോക്കിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ചില അവകാശങ്ങൾ കാണാം. അത് ജ്യോതിഷ കളരികളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കളരിയാണ്. അതേമാതിരി തന്നെ മുഹൂർത്തം നോക്കാൻ പഠിപ്പിക്കും. കാരണം യുദ്ധത്തിന് ഇതൊക്കെ ആവശ്യമാണ്. ഗ്രഹങ്ങൾ അനുകൂലമാണോ, മുഹൂർത്തം നോക്കണം, പോയാൽ തിരിച്ചു വരുമോ അറിയണ്ടേ. അതല്ലേ ഉദയനോട് പറയുമല്ലോ, ഈ സമയത്ത് പുറപ്പെട്ടു പോരുത്. ഉദയനം കേൾക്കില്ല. നാള് കുറിച്ച് അംഗം കുറിച്ച് വാക്ക് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ യുദ്ധത്തിന് പോണത്, കതിരൂർ ഗുരുക്കളുടെ അടുത്ത്. ആയുധം മറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ പോരുത് എന്നാണ്. അതും തെറ്റിച്ചു. എനിക്കത് എടുക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. അത് തിരിച്ചെടുക്കാൻ പോയപ്പോഴാണ് മായൻകുട്ടി വെടിവെക്കുന്നതും ഉദയനം മരിക്കുന്നതും. എന്നിട്ടും മരിച്ചില്ല. അവിടുന്ന് വന്ന് ലോകനാർക്കാവിൽ വന്ന് ദേവിയുടെ മുന്നിൽ വന്ന് ആ ജയിച്ച വാള് സമർപ്പിച്ചിട്ടാണ് ശരീരം വിടുന്നത്. പിന്നെ മഷിനോട്ടം, മർമ്മ ചികിത്സ, നാഡീ ചികിത്സ. ഇപ്പം ഈ തൊട്ട് നോക്കിയിട്ട് അസുഖം കണ്ടുപിടിക്കണം, നാഡി നോക്കി പറയണ വിദ്യ. വൈദ്യശാസ്ത്രം പൊതുവിലും ശസ്ത്രക്രിയ. കാരണം കയ്യും കാലും മുറിഞ്ഞു പോയാൽ ചേർത്തുക, വിരലറ്റു പോയാൽ ഒട്ടിക്കുക, അംഗഭംഗം വന്നതിനെയൊക്കെ ചേർത്തുക. സുശ്രുതൻ തന്നെ ഈ കളരിയുടെ ചില സ്വഭാവത്തിലുള്ള സർജിക്കൽ ടെക്നിക്സ് പറയുന്നുണ്ട്. പിന്നെ മഹേന്ദ്രജാലം. കേരളം മഹേന്ദ്രജാലത്തിൻ്റെ ഇന്ദ്രജാലത്തിൻ്റെ സ്ഥലമായിരുന്നു. ഭാരതത്തിൽ ഇങ്ങനെ വലിയ മെജീഷ്യൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം വേറെ ഇല്ല. അതും അന്യം നിന്ന് പോയി. വാഴക്കുന്നം തിരുമേനിയോട് കൂടിയിട്ട് ഓൾമോസ്റ്റ് അത് അന്യം നിന്ന് പോയി. ചെപ്പും പന്തും ഉപയോഗിക്കുക, ചെപ്പടി വിദ്യ എന്ന് നമ്മൾ പറയും. ചെപ്പും പന്തും ശരിക്ക് സ്വായത്തായ എത്ര വലിയ മലയെ വരെ വേണമെങ്കിലും കാണാണ്ടാക്കാൻ പറ്റും. വിദ്യ അങ്ങനെയാണ് അതിൻ്റെ. അതിൽ ഔഷധമുണ്ട്. മയിലിന് തീറ്റ കൊടുത്തിട്ട് മയിലിൻ്റെ ഈ 30 വരുന്ന ഒരിതുണ്ട്. മയിൽ ഛർദ്ദിക്കും. അതിനൊരു ഔഷധം തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഛർദ്ദിക്കും. അപ്പോൾ വെളുത്തിട്ട് ഒരു ദ്രാവക വരിക, അതെടുത്തിട്ട് ചെപ്പിലാക്കിയിട്ട് സൂക്ഷിക്കുക, അത് കേടുവരില്ല. അത് കയ്യിൽ വെച്ചിട്ട് ഒരു മന്ത്രം ജപിച്ചിട്ടാണ് കയ്യിൽ എത്ര വലിയ സാധനം ഉണ്ടെങ്കിലും കാണാണ്ടാക്കുക. അതുകൊണ്ട് ഈ ചെപ്പടി വിദ്യ, ചെപ്പും ബന്ധം വെച്ചിട്ടുള്ള വിദ്യ, ഇതൊക്കെ വാഴക്കുന്നം തിരുമേനിയായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഗ്രേറ്റസ്റ്റ്. ഇതേപോലെ തന്നെ അദ്ദേഹം പഠിച്ച കളരി കൊടുങ്ങല്ലൂർ കളരി എന്ന് പറയും. കൊടുങ്ങല്ലൂർ കോവിലകം കളരിയായിരുന്നു ഇങ്ങനത്തെ പല അഭ്യാസങ്ങളിൽ. പട്ടിക്കാന്തൊടി രാവണിമേനോൻ ആശാൻ കീചകവധത്തിൽ കീചകൻ്റെ ശ്വാസം മുട്ട് അഭിനയിക്കാനുള്ള വായുവിദ്യ എന്ന് പറയുന്ന വിശേഷ ടെക്നിക്ക് കൊടുങ്ങല്ലൂർ പോയിട്ടാണ് പഠിച്ചത്. തമ്പുരാക്കന്മാരുടെ അടുത്തുനിന്ന്, കൊച്ചുണ്ണി തമ്പുരാൻ്റെ അടുത്തുനിന്ന് പഠിച്ചാണ്. അതാണ് ഇന്നും കലാമണ്ഡലത്തിലൊക്കെ പഠിപ്പിച്ചു വരുന്നത്. ആ കളരിയാണ്. ഞാനിതിനിങ്ങനെ പലതെണ്ണം പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് അറിയാനാണ്. അതേമാതിരി വേഷം മാറാനുള്ള വിദ്യ, വേഷപ്രച്ഛന്നം. വേഷം മാറി സഞ്ചരിക്കുക. പണ്ട് ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ വടക്കമ്പാട്ട് കേട്ടിട്ടുണ്ടാവും, ഉദയനും ചാപ്പനും കൂടെ വേഷം മാറിയിട്ട് പോണതും. തണ്ണിമത്തൻ്റെ അകത്ത്, പൊട്ടിക്കാത്ത തണ്ണിമത്തൻ്റെ അകത്ത് ഉറുമി ഒളിപ്പിച്ച് വെച്ചിട്ട് തണ്ണിമത്തം കൊണ്ടു കൊടുക്കുക. അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറുമി വലിച്ചെടുത്തിട്ടാണ് പൊന്നാവരം കോട്ടയിൽ ഉദയനൻ അക്രമം അഴിച്ചു വിടുന്നത്, രക്ഷപ്പെടുന്നത് അവിടുന്ന്. എങ്ങനെയാണ് പൊട്ടിക്കാത്ത തണ്ണിമത്തൻ്റെ ഉള്ളിൽ ഉറുമി വന്നത്? ഈ വിദ്യ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പം ഇത് ഓൾറെഡി ഇതിൻ്റെ പൂവായിരിക്കുന്ന സമയത്ത് ചുരുട്ടി വെച്ചിട്ടൊക്കെയാണ്. അതിനൊരു വിദ്യയുണ്ട്. അത് കെട്ടിവെച്ച് അത് പഴമാവുന്നത് അതിൻ്റെ ചുറ്റും ഉണ്ടായി വരികയാണ്. അപ്പോൾ ഇത് അനവധി കാലത്തെ വിദ്യകളാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. വേഷം മാറി നടക്കുക,
രസതന്ത്ര വിദ്യകൾ, കെമിക്കൽ, ആൽക്കമി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കെമിക്കൽസിൻ്റെ പ്രയോഗം. വെസ്റ്റേണേഴ്സ് 10 വരെ ഇങ്ങനെ വിരലിൽ എണ്ണാൻ കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് കേരളത്തിലെ കളരി പണ്ഡിതന്മാർ ഗുണനം, ഹരണം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ലക്ഷങ്ങളുടെ സംഖ്യകളും കോടികളുടെ സംഖ്യകളും കണക്ക് കൂട്ടിയിരുന്നു എന്നുള്ളത്. അങ്ങനെ കണക്ക് കൂട്ടിയിരുന്ന കളരികളിൽ നിന്നാണ് സംഗ്രാമമാധവനെ പോലുള്ള മാത്തമാറ്റീഷ്യൻസ് ഉണ്ടാവുന്നത്. പൈയുടെ വാല്യൂ കണ്ടെത്തിയവർ, ആര്യഭട്ടനെ പോലുള്ളവർ. ആര്യഭട്ടൻ മലയാളിയായിരുന്നു എന്നാണല്ലോ. സംഗ്രാമമാധവൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സാക്ഷാൽ അച്ചുവ പിഷാരടി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. വലിയ ലെജൻസാണ് ഇത് മുഴുവൻ വരുന്നത്. ഇതൊക്കെ കളരികളിൽ നിന്ന് വരുന്നവരാ. ബ്രാഹ്മണ കളരികൾ, നായർ കളരികൾ, തീയക്കളരികൾ, ഇഴവക്കളരികൾ, മറ്റ് സമുദായങ്ങളുടെ കളരികൾ, ഈ കളരികൾ മുഴുവൻ എല്ലാവർക്കും അറിവിൻ്റെ സഞ്ചയം ഇവിടെ ഉണ്ടായിരുന്നു. ജാതീയത കത്തി നിൽക്കുന്ന കാലത്താണെങ്കിലും അതാത് സമുദായങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. അത് എന്നൊക്കെ അതാത് സമുദായങ്ങൾ നഷ്ടപ്പെടുത്തിയോ അന്ന് അധപതനം തുടങ്ങി. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം സൂക്ഷിച്ചു വെക്കേണ്ടതിനെ സമുദായങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ കേരളത്തിൽ വരില്ലായിരുന്നു. എത്രയോ മികച്ച അറിവുകൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തച്ചുശാസ്ത്രം, വാസ്തുവിദ്യ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഗണിതത്തിൻ്റെ തന്നെ വലിയൊരു വികാസം നമ്മുടെ കളരികളിലുണ്ടായിരുന്നു. ജോമെട്രിയുടെ തന്നെ അനവധി ഫോർമുലകൾ കേരളത്തിൻ്റെ ഗണിതശാസ്ത്ര പാരമ്പര്യം കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ളത് കളരികളിൽ നിന്നാണ്. അക്ഷരക്കളരി, അതേമാതിരി തന്നെ എന്താ പറയുക, അഭ്യാസക്കളരി, ഇത് രണ്ടും ചേർന്നിട്ട് പഴയ കാലഘട്ടങ്ങളിൽ മറ്റെവിടെയും സൃഷ്ടിക്കപ്പെടാത്ത ഒരു കോംപ്രിഹെൻസീവ് യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ പ്രാചീനമായിട്ടുള്ള വിജ്ഞാനം സംരക്ഷിച്ചതും കൈമാറിയതിനും ആരോടെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് അല്പമെങ്കിലും കടപ്പാട് പറയാനുണ്ടെങ്കിൽ ആ കടപ്പാട് കളരികളോടാണ്. കളരികളാണ് നമ്മുടെ അറിവുകളെ മുഴുവൻ നിലനിർത്തിയത്. സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പൈനൽ കോഡ് പോലെ എല്ലാ പൾസുകളും ശരീരത്തിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പൾസുകൾ മുഴുവൻ ബ്രെയിനിൻ്റെ സകല കമ്മ്യൂണിക്കേഷനും കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്പൈനൽ കോഡാണ്. അതുപോലെ ഉണ്ടായിരുന്നത് തന്നെയാണ് കളരികൾ. കളരിപ്പയറ്റിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അതിനെ ഐതിഹ്യം, ചരിത്രം എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. കേരളം രണ്ടിനെയും സ്വീകരിച്ച ആൾക്കാരായിരുന്നു. ചരിത്രം മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ, ഐതിഹ്യം വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഐതിഹ്യം മാത്രം മതി ഞങ്ങൾക്ക്, ചരിത്രമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. പ്രധാന ഐതിഹ്യം അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് വടക്കൻ സമ്പ്രദായത്തിൽ അറബിക്കടലിലേക്ക് മഴുവിനെ എറിഞ്ഞിട്ട് കേരളം എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തിനെ വീണ്ടെടുത്ത യോദ്ധാവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായിട്ടുള്ള മഹാഗുരുനാഥനായിട്ടുള്ള പരശുരാമസ്വാമി, അദ്ദേഹം കേരളത്തിൽ 108 കളരികൾ സ്ഥാപിക്കുകയും 21 പ്രധാന ഗുരുക്കന്മാർക്ക് നേരിട്ടിട്ട് ഉപദേശം കൊടുത്ത് അവരെ അഭ്യസിപ്പിക്കുകയും 3600 ബ്രാഹ്മണർക്ക് ആയുധം ധരിക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു. ഭാരതത്തിൽ വേറെ എവിടെയും അധികം ബ്രാഹ്മണർ ആയുധം എടുക്കണ കാണില്ല. കേരളത്തിൽ ബ്രാഹ്മണർക്ക് ആയുധക്കടലികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് പൊന്നാനിയും തുറമുഖങ്ങൾക്ക് സാമൂതിരിയുടെ 2 ജനറൽമാരുണ്ടായിരുന്നു. അവരാണ് മാമാങ്കത്തിൽ വലത്തും ഇടത്തും വാള് പിടിച്ചിട്ട് നിലപാട് തറയിൽ നിൽക്കുക, സാമൂതിരിക്ക് അംഗരക്ഷകരായിട്ട്. കോഴിക്കോട് തുറമുഖത്തിന് ബന്ദർഗോയ, പൊന്നാനി തുറമുഖത്തിന് തിരുമാനശ്ശേരി നമ്പൂതിരി. ഇവർ 2 പേരും ആയുധം പിടിച്ചിട്ട് നിൽക്കുക. സാമൂതിരിയുടെ വലത്തും ഇടത്തും നിൽക്കാൻ അവകാശമുള്ളവർ, വലത്ത് നിൽക്കുക തിരുമാനശ്ശേരിയും, ഇടത്ത് നിൽക്കുക ബന്ദർഗോയും. ഇത് പഴയ കണക്കാണ്, അതിൻ്റെ അവകാശമാണ് അവർക്ക്. അങ്ങനെ കളരികളുള്ള നമ്പൂതിരിമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പരശുരാമൻ്റെ ഐതിഹ്യത്തിൽ പറയണു. പക്ഷേ ഇവിടെ ബ്രാഹ്മണരായിട്ടുള്ളവർക്ക് കൊടുത്തു എന്നുള്ളത് കേരളവൽപ്പത്തിയിൽ പറയുന്നൊരു വിഷയമാണ്. 3600 ബ്രാഹ്മണർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പരശുരാമൻ്റെ പാരമ്പര്യം എവിടുന്ന അവരുടെ പരശുരാമൻ്റെ ഗുരുനാഥന ആയുധവിദ്യയിൽ നമുക്കൊക്കെ അറിയാം, മഹാദേവനാണ്. ധനുർവിദ്യ പഠിച്ചത് അച്ഛൻ്റെ എന്നാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ താന്ത്രിക ഗുരുനാഥൻ ദത്താത്രേയനും ആയുധവിദ്യയിലെ ഗുരുനാഥൻ മഹാദേവനുമാണ്. ഈ കേരളോൽപ്പത്തി എന്ന് പറയുന്ന ഒരു കോൺകോർക്കഡ് ടെക്സ്റ്റാണ്. അതിൽ ഒരുപാട് ബ്രാഹ്മണീയമായിട്ടുള്ള എന്താ പറയുക, അവരുടെ അധീശത്വത്തിനെ അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പല എന്താ പറയുക വിമർശനങ്ങളെ കഴിച്ചു വിടേണ്ടതെന്നുണ്ടെങ്കിലും
അതിൽ ചില കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന്, പരശുരാമൻ തന്നെയാണ് ഈ 42 അടി സ്ഥാനങ്ങൾ, അതായത് 42 അടി വിസ്തീർണമുള്ള പരിശീലന കളരികൾ കേരളത്തിൽ 1008 സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. നിരവധി കളരി പരദേവതകളെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹമാണ്. ഒരു മുഴുവൻ സംസ്കാരത്തിൻ്റെ ആയുധവിദ്യയും ആത്മീയമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്ഥാപിച്ചത് അദ്ദേഹമാണെന്നാണ് പറഞ്ഞു. ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ മുഴുവൻ പരശുരാമസ്വാമിയെ വെച്ചിട്ടുള്ളത്. ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ശാസ്താവും അയ്യപ്പനും മണികണ്ഠനും വെവ്വേറെയാണ്. മണികണ്ഠൻ ശാസ്താവിൻ്റെ ഉപാസകനായിരുന്ന, കാളിയുടെ ഉപാസകനായിരുന്ന, പന്തളത്ത് ജീവിച്ചിരുന്ന ഒരു രാജകുമാരൻ, അതിൽ ലയിച്ചതാണ്. അതിനും എത്രയോ കാലം മുൻപേ അയ്യനെന്നും അയ്യനാർ എന്നുള്ള പേരിലുമൊക്കെ, അയ്യപ്പൻ എന്നുള്ള പേരിലൊക്കെ ഇവിടെ ആളുണ്ട്. അതിൻ്റെ വൈദിക രൂപമായിട്ട് ശാസ്താവുണ്ട്. ശാസ്താവ് ശ്രീവിദ്യയായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദേവനാണ്, ശ്രീവിദ്യാ സമ്പ്രദായമായിട്ട്. ഇത് പരശുരാമൻ്റെ സമ്പ്രദായം. പരശുരാമൻ്റെ കഥയെന്നാണ് വടക്കൻ കളരി മുഴുവൻ വരുന്നത്. നമ്മളിന്ന് വടക്കൻ പാട്ടുകളിലൊക്കെ വരുന്ന കളരിപ്പയറ്റിൻ്റെ ഉത്ഭവം മുഴുവൻ വരുന്നത് ശരിക്കും പരശുരാമസ്വാമി എന്നാണ്. രണ്ടാമത്തെ ഒരു കഥ വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ജനറിക് ആയിട്ടുള്ളൊരു കഥയാണ്. കളരിയിലെ കാൽവെപ്പുകൾ, നമ്മൾ ഓരോ ഇങ്ങനെ ചുവട് വെപ്പുകൾ, ഇത് മുഴുവൻ വരുന്നതിനെ നേരിട്ടിട്ടൊരു പുരാണകഥയായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ദക്ഷയാഗം നശിപ്പിക്കണ സമയത്ത് ശ്രീ മഹാദേവൻ്റെ ചുവടുകൾ, ഭഗവാൻ എടുത്ത ചുവടുകളിൽ നിന്ന് കളരിപ്പയറ്റിൻ്റെ ചലനങ്ങളുണ്ടായി. പരശുരാമൻ അത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. പക്ഷെ ശിവൻ അത് ആദ്യം പഠിപ്പിച്ചത് നന്ദിക്കാണ്. നന്ദി അതിനെ ഗരടികന്മാർക്ക്, തുളുനാട്ടിലത്തെ കളരി ആശാന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഇത് തുളുനാടൻ പയറ്റിൻ്റെ ഉത്ഭവത്തിൽ വരണതാണ്. ഗരടികന്മാർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഇങ്ങനെ 3 കൈവഴികളായിട്ട് കളരിപ്പയറ്റിനെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിൽ രസം എന്താ വെച്ചാൽ, സുബ്രഹ്മണ്യസ്വാമിയിൽ നിന്ന് അച്ഛനിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമിയിൽ നിന്ന് അഗസ്ത്യ മഹർഷിയാണ് തെക്കൻ പയറ്റിൻ്റെ അച്ഛൻ. തെക്കൻ പയറ്റിൻ്റെ പിതാവ് അഗസ്ത്യര. രണ്ടിനും സ്വഭാവങ്ങൾ നല്ല വ്യത്യാസമുണ്ട്. വടക്കൻ പയറ്റും തെക്കൻ പയറ്റും ഇത് രണ്ടിൻ്റെയും ചേർന്ന് വരണ മധ്യകേരളത്തിലൊരു ശൈലി, ആയുധത്തിൻ്റെ മാത്രം കേട്ടോ പറയണത്. അങ്ങനെ ശിവനിൽ നിന്ന് നന്ദി വഴി, അത് കഴിഞ്ഞിട്ട് ദാരികാവധം കഴിഞ്ഞപ്പോൾ ശിവനിൽ നിന്ന് ഭദ്രകാളി വഴി, ശിവനിൽ നിന്നും പരശുരാമൻ വഴി, ഇങ്ങനെ കേരളത്തിലെ പരശുരാമനിൽ നിന്ന് കേരളത്തിൽ 21 ആചാര്യന്മാർ വഴി, ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിരിവുകൾ വരണം. ഈ അറിവ് ഇങ്ങനെ ഒഴുകി പടർന്ന ഉത്ഭവത്തിൻ്റെ വഴികൾ ഇതാണ്. ആ പരമ്പരകളെയൊക്കെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. തെക്കൻ പാരമ്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ മാതിരി അഗസ്ത്യ മഹർഷിയാണ്. കേരളത്തിലെ കാടുകളിൽ പ്രത്യേകിച്ച് അഗസ്ത്യർകൂടത്തിൽ താമസാക്കിയിട്ടുള്ള ആ സിദ്ധ മഹർഷി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമാധിസ്ഥാനം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കമ്പ് സൂത്രം എന്ന് പറയും, വടിപ്പയറ്റ്, അതിൽ ഈ ചുവടിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രത്തിന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭോഗരി വഴി അദ്ദേഹത്തിൽ കൂടെ അഗസ്ത്യരുടെ ഔഷധ പാരമ്പര്യം കിട്ടി. അതാണ് തമിഴ് സിദ്ധവൈദ്യത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിട്ട് കിടക്കുന്നത്. അത് കിടക്കണ അഗസ്ത്യൻ്റെ കളരി സമ്പ്രദായത്തിൽ നിന്നാണ് വരുന്നത്. മാത്രമല്ല മർമ്മത്തിൽ തന്നെ, വർമ്മകല എന്ന് പറയുക തമിഴിലത് മർമ്മം, ആ മർമ്മത്തിൽ തന്നെ ചൂണ്ടാണി മർമ്മം നോക്കിയിട്ട് വിരൽ നീട്ടിയാൽ മതി, ഇന്നിന്ന മർമ്മസ്ഥാനങ്ങളിൽ ആ പ്രഷർ വരികയും ആ വ്യക്തി ശത്രു ദൂരത്തുനിന്ന് തന്നെ വീഴുക എന്ന് പറയുന്ന ഒരു പദ്ധതി. അതിന് മർമ്മവാകട നിദാനം, മർമ്മക്കണ്ണാടി, മർമ്മ പീരങ്കിത്തുറവുകോല് എന്നൊക്കെ പറഞ്ഞിട്ട് അനവധി താളിയോല ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിൽ പ്രാണൻ്റെ സഞ്ചാരത്തിനെ ചന്ദ്രൻ്റെ ഗതിവിഗതികളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് മർമ്മത്തിൻ്റെ അടിസ്ഥാനം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചു നോക്കി. ഇനി ഈസോട്രിക് സെൻസ്, ഓരോ ഞരമ്പിൻ്റെ കെട്ടുകൾ, തലഹൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മർമ്മത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഉള്ളങ്കയുടെ ഉള്ളിലൊറ്റയായിട്ടാണ് പറഞ്ഞത്. അവിടെ പിടിച്ച് ഒരമർത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രഷർ കൊടുത്ത ആൾ തട്ടിപ്പോവും. ഒരൊറ്റ ചെറിയൊരു ഇടി കൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരാളെ രോഗിയാക്കുക. ഇത് വളരെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കണം ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൻ്റെ A to Z മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ 3 കൈവഴികളായിട്ട് വരുന്ന ഈ
പദ്ധതി എന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്ലാസിക്കൽ സ്ട്രക്ചറിൽ വരണമെന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 11-12 നൂറ്റാണ്ടുകൾ. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ചോഴന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള നിരന്തര യുദ്ധങ്ങളാണ്. നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങളുടെ കാലം ചേര ചോഴ പാണ്ഡ്യ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളിലുള്ള യുദ്ധദേവതകളെ ആരാധിക്കുക, അതേമാതിരി പ്രത്യേകമായിട്ടുള്ള യോദ്ധാക്കൾ ഉൾപ്പെടുന്ന അവരുടെ സമുദായങ്ങളുടെ സംഘടനകൾ, അതേപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കളരിയിലുള്ള ആചാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് പ്രാചീനമാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതൊന്നും 11-12 നൂറ്റാണ്ടിൽ ഉണ്ടായതല്ല. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മലബാര സമ്പ്രദായങ്ങളുമായിട്ട് വരെ ബന്ധമുള്ള സംഗതികൾ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. കാരണം ഓരോ ഗ്രാമത്തിനും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഈവൻ ചിലപ്പോൾ ഓരോ വീടിനും സ്വത്തും ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാൻ, സ്ത്രീകളെ സംരക്ഷിക്കാൻ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒക്കെ യോദ്ധാക്കളെ ആവശ്യമായിരുന്നു. ഓരോ യോദ്ധാവിനും ഓരോ കളരി ആവശ്യമായിരുന്നു. പണ്ട് കച്ചവടക്കാർക്ക്, യാത്ര പോകുന്നവർക്ക് യോദ്ധാക്കൾ ആവശ്യമായിരുന്നു. കാരണം സെക്യൂറായിട്ട് പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ കയറിയാൽ കാണാം, വിജനമായ ഹൈവേ ആയിരിക്കും. രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒരു മനുഷ്യനെ കാണില്ല. കേരളമാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു വലിയ ഗ്രാമമാണ്, ഒരു വലിയ സിറ്റിയാണ്. എല്ലാവിടെയും വിളക്കും വീടും കാണും, പേടിക്കാനില്ല. മറ്റേതങ്ങനെയല്ല. പഴയ കേരളത്തിലെന്ന് പറഞ്ഞാൽ പറമ്പുകളാണ്. ഇന്നത്തെ പോലെ റോഡുകളില്ല, ക്ലൈമറ്റ് വേറെയാണ്. സഞ്ചരിക്കുമ്പോൾ അത്യാവശ്യം വിലപ്പിടിപ്പുള്ള സാധനമായിട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ അവനവൻ ആയുധാഭ്യാസം അറിയില്ലെങ്കിൽ കൂടെ അതിനൊരാളെ കൂട്ടെങ്കിലും വേണം. അപ്പോൾ പണ്ട് യുദ്ധമില്ലാത്ത സമയങ്ങളിൽ പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവരുടെ പരിപാടി ഈ സെക്യൂരിറ്റി പോക്കാണ്. ഒരാളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് തൃശ്ശൂർക്ക്, അയാൾ ഇവിടുന്ന് ഒരാളെ വിളിക്കും, കൂടെ അതിനൊരു പണം കൊടുക്കും. അപ്പോൾ ഇവർ വർത്താനമൊക്കെ പറഞ്ഞു പോകും. ഇയാൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കേണ്ട ഇയാളുടെ ചുമതലയാണ്. എന്തെങ്കിലും കൊള്ളയോ കൊലയുടെയോ ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ ഈ വ്യക്തി ഇടപെടുള്ളൂ. അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടാക്കുക, തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ പോണതിനെ ചങ്ങത പോവുക പറയും. സംഘത്തിൽ പോവുക എന്നുള്ളതിൻ്റെ നാടൻ മലയാളം ചങ്ങത പോവുക. അങ്ങനെ കൂടെ പോണ ആളുടെ പേരാണ് ചങ്ങാതി. അതാണ് ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടാന്ന് പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ചങ്ങാതി എല്ലാം നോക്കിക്കോളും. കാരണം ഇയാൾക്ക് സുഖമായി കിടന്നുറങ്ങാം, ചങ്ങാതി ഉണർന്നിരിക്കും വാളും പിടിച്ചിട്ട്. കള്ളനോ കൊള്ളക്കാരനോ പാമ്പോ പുലിയോ ഒന്നും വന്ന് പിടിക്കാണ്ട് നോക്കിക്കോളും. അതാണ് ചങ്ങാതി. പിൽക്കാലത്ത് അത് ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുക ചെയ്തു. കളരികളുടെ പ്രോഡക്റ്റുകൾ അതൊക്കെ ശരിക്കും കളരി സംസ്കാരത്തിൻ്റെ പ്രോഡക്റ്റ്സാണ് ഇതൊക്കെ. അതുകൊണ്ട് ഓരോ വ്യക്തിക്ക് പോലും ഒരു യോദ്ധാവിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അഭ്യാസത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഓരോ അഭ്യാസിക്കും ഒരു കളരി ആവശ്യമായിരുന്നു. അതായിരുന്നു അതിൻ്റെ റെലവൻസ്. 6-ാം നൂറ്റാണ്ടിൽ ഒരു സംഭവം ഉണ്ടായി. അത് 11-12 നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്നതാണ്. കളരിയുടെ ഇന്നത്തെ കേരളീയമായിട്ടുള്ള കളരിയുടെ ക്രോഡീകരണങ്ങൾക്കോ ക്ലാസിക്കൽ സ്ട്രക്ചർ ആവുന്നതിന് മുന്നേ തന്നെ ഇതുകൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അന്ന് കൃത്യമായിട്ട് ഏത് രൂപത്തിലാണെന്ന് പറയാൻ പറ്റാത്തൊരു കാലത്ത് സൈന്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോഴും നന്നായിട്ട് അഭ്യാസവും ക്രമങ്ങളും മന്ത്രവും ഔഷധവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ പഠിപ്പിച്ചിരുന്നൊരു കാലത്ത് പല്ലവ രാജവംശത്തിലെ സിംഹവർമ്മൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകൻ യുദ്ധമൊന്നും വേണ്ട, രാജ്യഭാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ചൈനയിലേക്ക് ബുദ്ധസന്യാസിയായിട്ട് പോയി. അങ്ങവരുടെ പേരാണ് ബോധിധർമ്മൻ. നമ്മൾ അത് സിനിമയിൽ കണ്ട്, സൂര്യയുടെ ഒരു സിനിമയിൽ അതിനെ വളരെ എന്താ പറയുക, സിനിമയുടേതായിട്ടുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ബോധിധർമ്മൻ ഈ ദക്ഷിണേന്ത്യൻ ആയോധന ശാസ്ത്രത്തിനെ അവിടെ കൊണ്ടുപോയിട്ട് ഷാവലിൻ ടെമ്പിളിൽ പോയിട്ട്, ഷാവലിൻ ബുദ്ധമതക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയുള്ള ബുദ്ധഭിക്ഷുക്കൾക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. ബൗദ്ധർക്ക് പൊതുവിൽ യുദ്ധമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ കയറിയിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കാൻ ആത്മരക്ഷയ്ക്കും ഈ ഡിസിപ്ലിനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തോന്നി ആത്മീയമായിട്ട് ഉയരാനും ഇത്രയും മികച്ചൊരു പദ്ധതിയാണിത്. വെറുതെ ശരീരത്തിൻ്റെ ബലത്തിന് മാത്രമല്ല, മനസ്സിന് അച്ചടക്കം കൊണ്ടുവരാൻ ഒരു സന്യാസ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സിസ്റ്റം. നോക്കൂ, പരശുരാമൻ സന്യാസിയാണ്, ഗൃഹസ്ഥനല്ല. ആയുധാഭ്യാസിയായിട്ടുള്ള ആയുധം എടുത്ത സന്യാസിയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ചോദിക്കും സന്യാസി ആയുധം എടുക്കാൻ പാടുമോ ചോദിക്കും. പാടും. എടുത്തത് കൊണ്ടാണ് ഹിന്ദുമതം ഒന്നും നിലനിൽക്കുന്നത്. സന്യാസി ആയുധം എടുത്തുകൊണ്ട് തന്നെയാണ്. കുംഭമേളയിൽ ഈ നാഗസാധുക്കളുടെ കൈ കണ്ടിട്ടില്ലേ? അസൽ പട്ടാള. അവർ നയിച്ച വിപ്ലവമാണ് വാസ്തവത്തിൽ ഭാരതത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ വിപ്ലവം. അതിൻ്റെ ഓർമ്മയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലും ആ കഥയാണ് പറയണത്. അതിൽ വരുന്ന പാട്ടാണ് വന്ദേമാതരം എന്നുള്ള പാട്ടും.
ആദ്യത്തെ സന്യാസ വിപ്ലവത്തിൻ്റെ കഥയത്. അപ്പോൾ ഇവരൊക്കെ അഭ്യാസികളാണ്. ഷാവലിൻ ടെമ്പിളിൽ ഇത് ചെല്ലും, അത് അവിടെ പഠിപ്പിക്കുകയും അത് ആയുധം ഉപയോഗിക്കാണ്ട ശരീരത്തിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിനെ മാത്രം ആയുധമാക്കിക്കൊണ്ടുള്ളൊരു പദ്ധതിയായി രൂപാന്തരപ്പെടുകയും കങ്ഫു ആയിട്ട് മാറുകയും ചെയ്യും. ഇതിന്ന് പിന്നീട് കരാത്തെ, ജുജിത്സു ഇങ്ങനത്തെ ഉള്ള മറ്റ് ആയോധന കലകൾ ജപ്പാനിലും ചൈനയിലും ആ മംഗോൾ സിസ്റ്റങ്ങളിലൊക്കെ പോയി. പക്ഷേ ഈ സമ്പ്രദായങ്ങളെക്കാട്ടിലൊക്കെ പഴക്കമുള്ള ചില മല്ലയുദ്ധ രീതികളൊക്കെ മംഗോളിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ ആ കാലത്തെ. എല്ലാം കയറിയിട്ട് ഇവിടുന്നാണ് പോയത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് രണ്ടെണ്ണത്തിൻ്റെയും മാതൃരൂപത്തിലുള്ള ഒരു ആയോധന കല പോയത് ഇവിടുന്നാണ്. കളരിയാണ് അമ്മ എന്ന് പറയാൻ ഡയറക്റ്റായിട്ട് പറ്റില്ല, ഇന്നത്തെ കളരിയാണെന്ന്. പക്ഷേ ഇപ്പോഴുള്ള കളരിയുടെ ഒരു മാതൃരൂപം തീർച്ചയായിട്ടും കങ്ഫു പോലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഷാവലിൻ ടെമ്പിളിൽ തന്നെ ഈ ബോധിധർമ്മൻ്റെ ഒരു ചിത്രം, ഒരു ഇന്ത്യൻ സന്യാസിയുടെ ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ബോധിധർമ്മൻ്റെ ചിത്രമാണെന്നാണ്. മാത്രമല്ല ഈ കളരിയുടെ ഭൗതികമായിട്ടുള്ള നിർമ്മാണത്തിനെ കുറിച്ചുള്ള കണക്കുകളൊക്കെ കറക്റ്റായിട്ട് രൂപാന്തരപ്പെടുന്നത് ഈ 11-12 നൂറ്റാണ്ടിന് ശേഷമാണ്. കൃത്യമായിട്ടുള്ളൊരു മെറ്റഫിസിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അതായത് പരിശീലകൻ എവിടെയാണ് പരിശീലനം നേടുന്നത്, ആ പരിശീലനം നേടുന്ന സ്ഥലത്തിനെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർണ്ണയിക്കുകയാണ് കറക്റ്റ് കണക്കുകളിൽ. നമ്മൾ പറയും ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ 4 അമ്പലത്തിൻ്റെ വാതിൽ വലിപ്പാക്കി എല്ലാവർക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ പോയിരുന്നു എന്ന്. പറ്റില്ല. അങ്ങനെ പറ്റണമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ ഉയരം കൂട്ടണം. ആ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ഉയരത്തിൻ്റെ പ്രപ്പോർഷൻ റേഷ്യോയിലാണ് ബാക്കിയൊക്കെ. അതിരാത്രോ സോമയാഗം നടക്കുമ്പോൾ യജമാനൻ്റെ ഉയരത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ശാലയുടെ വലിപ്പം. എല്ലാം പ്രപഞ്ചത്തിൽ ഘടനയ്ക്കും എല്ലാ ഘടനയുടെ പുറകിലും ഒരു റേഷ്യോ ഉണ്ട്. കളരിക്കും റേഷ്യോ ഉണ്ട്. കളരികൾ അങ്ങനെ റേഷ്യോ കൃത്യമായിട്ടുള്ള മാനങ്ങളിൽ നിർമ്മിക്കുന്ന ഒരു സമ്പ്രദായം, കറക്റ്റ് അളവിൽ നിർമ്മിക്കുന്നൊരു സമ്പ്രദായം. ആ സമ്പ്രദായത്തിൻ്റെ അധീശ്വരി ആയതുകൊണ്ട് ദേവിക്ക് അതൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ടും തിരുമാനാംകുന്നിൽ ഭഗവതി എന്ന് കാണാമെന്ന് പറയാം. തിരുമാന്താംകുന്നിൻ്റെ പഴയ രേഖകളിലൊക്കെ തിരുമാനാംകുന്നെന്ന് കാണാം. കളരി ദേവതയാണ് ശരിക്ക് തിരുമാന്താംകുന്ന് ഭഗവതി. ആടുവെട്ടി ബലിയുണ്ടായിരുന്ന സ്ഥലമാണ്. വൈദിക സമ്പ്രദായം കയറിയിട്ട് അതിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് കളരി ദേവതയാണ്. വള്ളുവനാട്ട് രാജാവിൻ്റെ കളരി ദേവതയാണ്. കാരണം അമ്മ തന്നെ ഫൈറ്റ് ചെയ്തിരുന്നതിൻ്റെ കഥകളുണ്ട്. ഞാൻ ചില പ്രഭാഷണങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത്. 30,000 വരുന്ന സാമൂതിരിയുടെ പട വള്ളുവനാട് പിടിക്കാൻ വരുമ്പോൾ വെറും 300 പേരോളം വരുന്ന വള്ളുവനാടിൻ്റെ സൈന്യം ജയിക്കും. എപ്പോഴും 30,000 പേരിൽ മിക്കവരും മരിച്ചു. സാമൂതിരിക്ക് സംശയമായി. അദ്ദേഹം ഉപാസകനായിരുന്നു അന്നത്തെ ഒരു സാമൂതിരി. അദ്ദേഹം വേഷം മാറിയിട്ട് വള്ളുവനാട്ടിൽ കടന്നു കയറിയിട്ട് അദ്ദേഹം അങ്ങാടിപ്പുറത്ത് വന്ന് തിരുമാന്താംകുന്നിലേക്ക് തൻ്റെ സൈന്യത്തിനോടൊപ്പം ഒരു ആക്രമണ കാലത്ത് വന്നപ്പോൾ വള്ളുവനാട് ആക്രമിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട രംഗം അദ്ദേഹത്തിനെ ഭയപ്പെടുത്തി. വെറും 300ഓളം വരുന്ന സംഘത്തിൻ്റെ മുന്നിൽ ചുവന്ന കച്ച കെട്ടിയിട്ട് ഒരു പെണ്ണ്, കറുത്ത പെണ്ണ് നിന്നിട്ട് മിന്നണ വാളോണ്ട് അരിഞ്ഞു തള്ളുകയാണ് തൻ്റെ സൈന്യത്തിനെ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭഗവതിയാന്ന് മനസ്സിലായി. വേഗം തന്നെ പടയെ പിൻവാങ്ങി കോഴിക്കോട്ടേക്ക് തിരിച്ചുപോയി. വേഷം മാറി തിരുമാന്താംകുന്നി വന്നിട്ട് 6 മാസം ഭജനയിരുന്നു. ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ നിനക്ക് വേണ്ടത് ചോദിച്ചാൽ പറഞ്ഞു, നീ ഇനി എനിക്ക് നേരെ യുദ്ധം ചെയ്യരുതെന്നോ, 2 നീ എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞു. അങ്ങനെ പുറപ്പെട്ടു പോയി എന്നാണ്. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിരുന്നു. ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാണ്ടായപ്പോൾ ചാലിയാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. ദേവി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇനി ഇവിടുന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വെട്ടി മരിക്കുന്നു പറഞ്ഞു. വാളെടുത്ത് കഴുത്ത് വെട്ടാൻ പോയപ്പോൾ വിഷമിക്കണ്ട, ഞാൻ വാക്ക് തെറ്റിക്കില്ല, എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കടകവള വീഴുന്ന സ്ഥലത്ത് എന്നെ പ്രതിഷ്ഠിച്ചോവർ. കയ്യിൽ നിന്ന് കടകവള ഊരിയിട്ട് ആകാശത്തേക്ക് എറിഞ്ഞു. അത് ആകാശത്ത് ഒരാഴ്ചക്കാലം കിടന്ന് കറങ്ങിയ സ്ഥലമാണ് കോഴിക്കോട്ടെ ആഴ്ചവട്ടം. അത് ചെന്ന് വീണ സ്ഥലം വളയനാട്. ആ വളയനാട് ഭഗവതിയെ സാമൂതിരി ഈ തേങ്കുറിശ്ശിയും കൊടുവായൂരും ഒക്കെ നെല്ലിന് വേണ്ടിയിട്ട് പിടിച്ചപ്പോൾ 14-ാം നൂറ്റാണ്ടിൻ്റെ അടുത്ത് മാനവിക്രമം പിടിച്ചപ്പോൾ ഈ പ്രദേശങ്ങളിലൊന്നും നോക്കി നടത്താൻ നല്ല ആയുധാഭ്യാസികളായിട്ടുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് ഓരോ തറവാട്ടുകാരെ മഞ്ചേരിയിൽ നിന്നും അതുപോലെ തിരൂർ ഭാഗത്തു നിന്നൊക്കെ കൊണ്ടിരുത്തി. അങ്ങനെയാണ് ഈ ഭുവനേശ്വരി
പരദേവതയായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വരുന്നതും ഈ തിരുളങ്ങാട്ടമ്മ, തിരുവിളയനാട് ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഈ കൊടുവായൂരുമായുള്ള പ്രദേശങ്ങളിലൊക്കെ നോക്കിയാൽ അമ്പലങ്ങൾ വരുന്നതും അങ്ങനെയാണ്. ഇതൊക്കെ കളരിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പാരമ്പര്യമായിട്ട് ഭൂനിരപ്പിൽ നിന്ന് 4 അടി താഴെ കുഴിച്ചിട്ടാണ് കളരി ഉണ്ടാക്കുക. ഭൂനിരപ്പിൽ നിന്ന് 4 അടി താഴെ കുഴിക്കും. ഈ താഴ്ച എന്തിനാ വെച്ചാൽ ആ പാരമ്പര്യത്തിനും ഭൂമിക്കും മുന്നിലുള്ള നമ്മുടെ വിനയം കാണിക്കാൻ. 2, ഭൂമിയുടെ ഉള്ളിലിരുന്നു കൊണ്ടുള്ള ഏത് പരിശീലനം ഉപാസനയ്ക്കും ശക്തി കൂടും. കുഴി കുഴിച്ച് പണ്ട് എന്തുകൊണ്ടാണ് നിലവറയിൽ ഇരുന്ന് ഉപാസിക്കുന്നത്? മണ്ണിൻ്റെ അടിയിലായതുകൊണ്ട്. കിണർ കുത്തിയിട്ട് കിണറിൻ്റെ അടിയിൽ വെള്ളം കാണുന്നതിന് മുന്നേ ആയിട്ട് പലക അടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പ്രത്യക്ഷപ്പെടുത്തും ദേവനെ. അവണങ്ങാട്ട് കളരിയിൽ നിങ്ങൾ പോയാൽ കാണാം, ചാത്തനെ പ്രത്യക്ഷപ്പെടുത്തിയ കളരി ഇരുന്ന കിണറിൻ്റെ മുകളിലാണ് ഇന്ന് ആ തറ നിൽക്കുന്നത്. ചാത്തനെ പ്രത്യക്ഷപ്പെടുത്താൻ പണിക്കന്മാർ അതിൻ്റെ ഉള്ളിൽ മരപ്പലക അടിച്ചിട്ട് ഇരുന്നിട്ടാണ് ഭക്ഷണം മാത്രം ഇറക്കി കൊടുക്കുക ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഉപാസന. തേവലശ്ശേരി നമ്മുടെ കഥയിൽ പറയുന്നുണ്ടല്ലോ, അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം 12 കൊല്ലെന്ന്. രാത്രി ഇത്ര നേരമാകുമ്പോഴേ അദ്ദേഹം നിലവറയുടെ പുറത്ത് വരുള്ളൂ. അമ്മ കാണും മകനെ. വേറെ ആരും ലോകത്തിൽ ആരും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. 12 കൊല്ലം പുറത്ത് വരും, കുളിക്കും. അദ്ദേഹത്തിൻ്റെ വിസർജനാദികൾ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ജപം കഴിഞ്ഞ് ഒരു ഭക്ഷണവും കഴിച്ചാൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാത്രിയെ പുറത്ത് വരിക. ഇങ്ങനെ 12 കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്ന ഉപാസനയുടെയും ബലത്തിൻ്റെയും മുകളിലാണ് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ ചിന്തിക്കണതിൻ്റെ അപ്പുറത്തെ മഹാത്മാക്കൾ നടന്ന വഴി ഈ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു. ഇന്നെന്താ ഇല്ലാത്തത് അങ്ങനെയെന്ന് ചിന്തിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ, ഈ കളരി സമ്പ്രദായം നശിച്ചു പോയതാണ്. അത് ഏത് രൂപത്തിലാണ്? അത് ആയുധത്തിൻ്റെ എന്ന് മാത്രമല്ല, ആ അച്ചടക്കം. ക്ലാസിക്കായിട്ടുള്ള കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ടിപ്പിക്കൽ കളരിക്ക് 42 അടി നീളം, 21 അടി വീതി ഉണ്ട്. അതാണ് 47 അടി സ്ഥാനം എന്ന് പറയും. 47 അടി കളരി എന്നാ പറയുക. ഈ 47 അടി എന്താ പറയുക കളരിക്കും ഒരു എന്താ പറയുക ഒരു പാട്ട് പോലെ ഒരു ശ്ലോകമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചഭൂതങ്ങളും തന്മാത്രകളും ചേർന്നാൽ 10 ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നു, 10 അവ 20 ശിവമയവും ചേർന്നാൽ 21 അതിനോട് ശക്തിഭാഗവും ചേർന്നാൽ 47 അടിയല്ലോ എന്ന് പറഞ്ഞിട്ട് പണ്ട് കണക്കുണ്ട്. ഇതെന്താ പറഞ്ഞു വെച്ചാൽ, കളരിയെ സാങ്കല്പികമായിട്ട് നമ്മൾ 2 ഭാഗമായിട്ട് തിരിക്കും. അർദ്ധനാരീശ്വരനെ പോലെ ഒരു പകുതി ശിവൻ, ഒരു പകുതി ദേവി. ആദ്യത്തെ പകുതി ശിവനാണ്, 2ാം പകുതി ശക്തിയാണ്. ഈ ശിവശക്തി സംയോജിച്ചിട്ടാണ് കളരി ഉണ്ടാവുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ബ്രഹ്മാണ്ടത്തിൻ്റെ അർത്ഥത്തിലെടുത്താൽ നമ്മൾ അഭ്യസിക്കുന്ന ഈ കളരിയാണ് യൂണിവേഴ്സൽ സെൻസിൽ നമ്മൾ ഇറങ്ങി പണിയെടുത്ത് പരിശീലിക്കുന്ന സ്ഥലം. പിണ്ഡാണ്ടത്തിൻ്റെ കണക്കിലെടുത്താലോ നമ്മുടെ ശരീരം തന്നെയാണ് കളരിയെന്ന്. എല്ലാ അഭ്യാസങ്ങളും അഭ്യസിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. ശരീരം അകത്ത്, എല്ലാ അഭ്യാസങ്ങളും അകത്ത്. നമ്മൾ പറയില്ല അന്തർയാഗം ബഹിർയാഗം എന്ന് പറയും. പുറത്ത് ചെയ്യുന്നതും അകത്ത് ചെയ്യുന്നതും. പൂജ പുറത്തും കഴിക്കാം, മനസ്സുകൊണ്ടും കഴിക്കാം. അതേപോലെ 2 തലത്തിലും ശിവനും ശക്തിയുമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, 5 ഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. 5 തന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 10 ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അതായത് കണ്ണ്, മൂക്ക്, കാത് തുടങ്ങിയവ, കൈ, കാലുകളൊക്കെ. ഇത് ചേർന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് 20 എണ്ണം. ഇതിൽ ശിവൻ എന്ന തത്വം ചേർന്നാൽ 21. ഇത് ഇത്രയും തന്നെ ശക്തി. അപ്പോൾ 21 + 21 42. ഇതാണ് 47 അടി കളരിയുടെ തത്വാർത്ഥമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ അതിൻ്റെ എന്താ പറയുക, നമുക്ക് സമയമില്ല. പിന്നെ എന്നാൽ പക്ഷേ ഈ വലിപ്പത്തിൽ മാത്രമല്ല, ഇത് സ്റ്റാൻഡേർഡ് ഫോമാണ്. ഇതിൽ കുറഞ്ഞിട്ട് 12 അടി, 18 അടി, 21 അടി, അത് 21 അടി, 37 അടി, 36 അടി, 57 അടി, 52 അടിയുടെ കളരി. അത് നിങ്ങൾക്ക് കുറ്റിപ്പുറത്ത് പോയ ഒരു കളരി അവിടെ ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട് തോന്നുന്നത്, സംരക്ഷിക്കപ്പെട്ട 52 അടി കളരിയാണ്. 64 അടി കളരി. ഇതിങ്ങനെ പല പല പാരമ്പര്യങ്ങൾ അനുസരിച്ചിട്ട് കളരികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ വലിപ്പവും ഓരോ പർപ്പസിനായിരുന്നു. വെറുതെ ഒരു ഇഷ്ടത്തിന് കുറേ ഭൂസ്വത്തുണ്ട്, എന്നാൽ ഒരു 52 അടി കളരി കിടക്കട്ടെ, അതിനല്ല. ഇന്ന കാര്യത്തിന് ഇന്ന അളവിലുള്ള കളരി എന്ന് പാരമ്പര്യങ്ങൾക്കും ശേഷിക്കും പ്രവർത്തനത്തിനും അനുസരിച്ചിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് പോയി കഴിഞ്ഞാൽ, തുളുനാട്ടിൽ നിന്ന് പണ്ട് വന്ന് സാമൂതിരിയുടെ ക്ഷണപ്രകാരം വന്ന് പിന്നെ വന്ന് ഇരിഞ്ഞാലക്കുട അടുത്ത് ഇരിക്കണ ചങ്ങമ്പള്ളി കളരിയുണ്ട്. വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്.
ശാക്തേയ പാരമ്പര്യമൊക്കെ. അവിടെ 36 ചുവട് കളരി പരമ്പര എന്നാണ് പറയുക. അവർക്ക് 37 അടി കളരിക്ക് അവർക്ക് വലിയ പാരമ്പര്യം പ്രാധാന്യമുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കിതുവരെ പോകാൻ സാധിച്ചിട്ടില്ല അവിടെ. എന്തെങ്കിലും ഒരിക്കൽ പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഇന്നും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല കാസലായിട്ടുള്ള ശാക്തേയം നടക്കുന്ന, കൃത്യമായിട്ട് അവിടുത്തെ ഒരു ആചാര്യനാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ കോഴിക്കല്ല് മോഡറേൻ്റെ എന്താ പറയുക, ആ നിരോധനം വന്നപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് ബലി നടത്തി അദ്ദേഹം അറസ്റ്റ് വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അത് സംഭവിച്ചിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് റേഷ്യോസ്. ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, ഈ കഞ്ഞി മൂലയിൽ ഈ പൂത്തറ പിരമിഡ് പോലെ 7 തട്ട്, ചിലവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 5 തട്ട് 9 തട്ട്, ഇത് ഓരോന്നിനും ഓരോ സങ്കല്പമാണ്. 7 തട്ടുള്ള പൂത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്തചക്രങ്ങളുള്ള, നമ്മുടെ ശരീരത്തിൽ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ 7 ഊർജത്തിൻ്റെ കേന്ദ്രങ്ങൾ. ലൈംഗികാവയവത്തിൻ്റെയും വിസർജനാവയവത്തിൻ്റെ ഇടയിൽ വരുന്ന മൂലാധാരം, ലൈംഗികാവയവത്തിൻ്റെ പുറകിൽ വരുന്ന സ്വാധിഷ്ഠാനം, നാഭിയുടെ തൊട്ട് മേലെയായിട്ട് വരുന്ന മണിപൂരകം, ഹൃദയസ്ഥാനത്ത് വരുന്ന അനാഹതം, കഴുത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന വിശുദ്ധി, പുരികത്തിൻ്റെ നടുക്ക് വരുന്ന ആജ്ഞ, ശിരസിൻ്റെ മുകളിൽ വരുന്ന സഹസ്രാരം. ഇങ്ങനെ ഈ സപ്ത ചക്രങ്ങളും ചേർന്നിട്ടുള്ള അർത്ഥത്തിൽ 7 തട്ടുകൾ. ഇനി 5 കോശങ്ങളെ ശരീരത്തിൻ്റെ, പഞ്ചകോശം, അന്നമയ കോശം, പ്രാണമയ കോശം എന്നൊക്കെ പരിജ്ഞാനമയ കോശം എന്നൊക്കെ പറഞ്ഞാൽ ആ കോശങ്ങൾ വരുന്ന പഞ്ചകോശങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 5 തട്ടുകളുള്ള പൂത്തറകൾ. 9 തട്ടുകളുള്ളത് 7 ചക്രങ്ങളും അതിനു പുറമെ ചിതാകാശത്തിൽ ഉള്ള നമ്മൾ ഈ സഹസ്രാരത്തിൽ എത്തുന്നതിന് മുമ്പുള്ള 2 എക്സ്ട്രാ ചക്രങ്ങളെയും കൂടെ ചേർത്തിട്ടാണെന്നും ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ പൂത്തറയുടെ ഉള്ളിൽ തന്നെ അഷ്ടഭൈരവന്മാർ, രുരുഭൈരവൻ, സംഹാരഭൈരവൻ, ഉന്മത്തഭൈരവനൊക്കെ തുടങ്ങിയിട്ടുള്ള 8 ഭൈരവന്മാർ, അഷ്ടശക്തികൾ, അണിമ, ലഘിമ, മഹിമ, ഗരിമ തുടങ്ങിയിട്ടുള്ള അഷ്ടശക്തികൾ, 8 കാളികൾ, അഷ്ടകാളികൾ, അഷ്ടമൂർത്തികൾ, ശിവൻ്റെ തന്നെ 8 രൂപങ്ങളിലുള്ളവരുടെയൊക്കെ അഷ്ടമൂർത്തി സാന്നിധ്യം, അതേമാതിരി ശിവൻ്റെയും ശക്തിയുടെയും ഏകീകൃത സാന്നിധ്യം. ഈ കന്നിമൂല തന്നെ മൂലാധാരത്തിൻ്റെ ദേവനായിട്ടുള്ള ഗണപതിക്കും സങ്കല്പിച്ചിരിക്കുന്നു. വാസ്തുശാസ്ത്രത്തിൽ വാസ്തുപുരുഷൻ്റെ മൂലാധാര സ്ഥാനം അതാണ്. വടക്ക് കിഴക്കേ മൂല ശിവനുള്ളതാണ്. ഇങ്ങനെ പാരമ്പര്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കളരികളുടെ, പ്രത്യേകിച്ച് ഈ വടക്കൻ കളരിയിലെ ശ്രീകോവിലിലുള്ള പ്രധാന ദേവതകൾ എന്തൊക്കെയാണ് എന്ന് പറയണ ഒരു ശ്ലോകം ഞാനൊന്ന് പറയാം. അത് പാരമ്പര്യത്തിലുള്ളൊരു ശ്ലോകമാണ്. വടുകപദ യുധാം ജോത്തരേ ഭദ്രകാളീം ഐശാന്യാം വാസ്തുനാഥം ത്വഭിമതമുദാര ദൈവതം തത്ഖളൂര്യാം അഭിമതമുദാര ദൈവതം തത്ഖളൂര്യാം എന്ന് പറഞ്ഞിട്ട് വടക്ക് വശത്ത് വടുക ഭൈരവൻ്റെ ഒപ്പം, വടുക ഭൈരവൻ വെച്ചാൽ കുട്ടിയായിട്ടുള്ള ഭൈരവനാണ് വടുകൻ. വടുക വെച്ചാൽ കുട്ടി എന്നാണ് അർത്ഥം. അത് യുവാവായിട്ടുള്ള ദേവനോടൊപ്പം ഭദ്രകാളി ഇരിക്കണം. ആ ഭൈരവൻ്റെ ഒപ്പം കാളി, കളരിയിലിരിക്കുന്ന കാളുടെ ഒപ്പം ഒരു വടുക ഭൈരവനുണ്ടാവും. വടക്ക് കിഴക്ക് വാസ്തുനാഥൻ, മധ്യത്തിൽ സ്വന്തം ഇഷ്ടദേവത, നമ്മുടെ ഇഷ്ടദേവൻ ആരാച്ച ആ ദേവതയും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ കളൂരികളുടെ അകത്ത് വേണം എന്ന് പറയണു. അതേമാതിരി പരമ്പരാഗത കളരിയിൽ 6 തടി കൊണ്ടുള്ള തൂണുണ്ടാവണം. അതിൻ്റെ മുകളിൽ സഹസ്രാരപീഠത്തിനുള്ള 7ാമത്തെ സ്ഥാനം ഉണ്ടാവും. ഈ 6 ചക്രങ്ങളെയാണ് അവിടെയും പ്രതിനിധീകരിക്കണം. ആ 7ാമത്തെ സ്ഥാനത്തിൽ പ്രധാന ദേവതയുടെ വാളും വീടും വെച്ചിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഭൂമി കുഴിഞ്ഞു നിൽക്കുന്നത് മൂലാധാരം, അതിൽ നിന്ന് ആരോഹണം ചെയ്ത് നമ്മൾ കയറുമ്പോൾ നമ്മുടെ സഹസ്രാരത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ കളരിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി വേറെ രസം എന്താ വെച്ചാൽ ഈ തുളുനാടൻ പാരമ്പര്യത്തിൽ പ്രധാന ദേവൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങമ്പള്ളിയിലും അതാണ് വരുന്നത്. ചങ്ങമ്പള്ളിക്ക് തുളുനാടൻ പാരമ്പര്യമാണ്. തുളുനാടൻ പാരമ്പര്യത്തിലെ പ്രധാന ദേവൻ വീരഭദ്രസ്വാമിയാണ്. കാളിയോ അയ്യപ്പനോ ശിവനോ ഒന്നുമല്ല, വീരഭദ്രനാണ് അവരുടെ പ്രധാന ദേവൻ. ദക്ഷയാഗത്തിൽ നമുക്കൊക്കെ അറിയാം, സതീ ദേവിയുടെ ശരീരം ജ്വലിച്ചില്ലാതായി പോയതിന് ശേഷം ഭഗവാന്റെ സൃഷ്ടിച്ചിട്ടുള്ള, ഭഗവാന്റെ ജടയെന്ന് വന്നിട്ടുള്ള അവതാരമാണ്. അതിന് അവരുപയോഗിക്കുന്നൊരു വായ്ത്താരി ഞാൻ പണ്ട് എഴുതി വെച്ചൊരു നോട്ട് എവിടെയോ കണ്ടതെന്ന് എഴുതി വെച്ചാണ്. തുളുനാട്ടിൽ നിന്ന് അങ്കക്കളരിയിലേക്ക് വന്ന് അരയിൽ ഇരിപ്പുറപ്പിച്ച് സ്വർണ്ണക്കടാരയും വെള്ളിപ്പരിചയും ധരിച്ച് കോപത്തിലോ ശൗര്യത്തിലോ യുദ്ധത്തിലോ കീഴടക്കാൻ കഴിയാത്തവൻ. തിരിച്ചു കോപിച്ചിട്ട് അയാളെ പേടിപ്പിക്കാൻ പറ്റില്ല, ശൗര്യം കാണിച്ചിട്ടും പേടിപ്പിക്കാൻ പറ്റില്ല, യുദ്ധത്തിലും കീഴടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്വർണ്ണക്കടാരിയും വെള്ളിപ്പരിചയും പിടിച്ചിട്ട് ഇരിക്കണവനാണ് വീരഭദ്രസ്വാമി. കാരണം തുളുനാട്ടിൽ വീരഭദ്രസ്വാമിക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മൂകാംബിയെ പോയാൽ മനസ്സിലാവും. മൂകാംബിയയിലും അല്ല 1ാം തരം ഒരാളവിടെ നിൽപ്പുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ.
വീരഭദ്രന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കളരിപ്പയറ്റിൽ ദേവിയുടെ ആരാധനാ പാരമ്പര്യത്തിൻ്റെ ഒപ്പം തന്നെ ഒരുപക്ഷെ ചില സമ്പ്രദായങ്ങളിൽ ഇങ്ങനെ പ്രത്യേക ദേവതകൾക്കുള്ള വൈശിഷ്ട്യവും കാണുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കളരിപ്പയറ്റും ശാക്തേയ പാരമ്പര്യവും ദേവിയുടെ ആരാധനാ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധമൊന്നും യാദൃശ്ചികമായിട്ട് വന്നിട്ടുള്ളതല്ല. അത് എത്രയോ നൂറ്റാണ്ടുകളോളം ശാക്തേയവും കളരിയും ആയിരുന്നു കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ എഡിഫിസിനെ, ഈ ആർച്ചിനെ, കമാനത്തിനെ താങ്ങി നിർത്തിയിരുന്ന രണ്ട് വലിയ നെടുന്തൂണുകൾ. നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ശാക്തേയത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഒരു തൂണേ പണിയുള്ളൂ. കളരി എന്ന് പറയുന്ന രണ്ടാം തൂണ് കൂടെ പണിയുമ്പോഴേ കേരളത്തിനെ എടുത്തു ഉയർത്താൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സാധിക്കില്ല. പാരമ്പര്യത്തിലെ പരിശീലകന്മാർ പഴയ കാലത്തുള്ളവർ നേരിട്ട് പലവടി എഴുതി വയ്ക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള പോലെ, ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള പോലെ ശാക്തേയത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് രണ്ട് നെടുന്തൂണാണ്. ഒന്ന് പരമ്പരാഗതമായിട്ടുള്ള അനുഷ്ഠാനം, കൗളാധിഷ്ഠിതമായിട്ടുള്ള, കൗളത്തിനധിഷ്ഠിതമായിട്ടുള്ള അനുഷ്ഠാനം, വൈദികമായിട്ടുള്ളതല്ല ഞാൻ പറയണത്. ഇപ്പം ഞാൻ ഈ അടുത്ത് തെക്കൻ കേരളത്തിലെ ഒരു വലിയ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി. മിനിങ്ങാന്ന് രാവിലെ ഞാൻ അവിടെ, പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു വലിയ ക്ഷേത്രം, പത്തനംതിട്ട ടൗണിൽ എനിക്കൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഒരു കാളി ക്ഷേത്രത്തിൽ. അവിടെയും വൈദികമായി കഴിഞ്ഞു. അവിടുന്ന് മാറിയിട്ട് ഉള്ള പ്രാചീനമായിട്ടുള്ള ഒരു ക്ഷേത്രം, ഒരു മലയുടെ മുകളിലുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം. അപ്പം ഞാൻ അതിൻ്റെ ഐതിഹ്യം അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടെ പോകണം, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചാണ് അവിടെ പോകണമെന്ന്. അപ്പോൾ അമ്മ എത്തപ്പോഴാണ് അവിടേക്ക് വരാനൊരു അവസരം ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ചെന്നു, അമ്മയെ കണ്ടു. അമ്മ നല്ല രസമുണ്ട്, നല്ല റൊട്ടി പോലെ ഉണ്ട്, നല്ല ഇങ്ങനെ ഭയങ്കര കവളൊക്കെ ആയിട്ട് സുന്ദരിയായിട്ടുള്ള അമ്മ, ദമഷ്ട്രയും ഒക്കെ ആയിട്ട് നല്ല 5-5.5 അടി ഉയരമുള്ള വിഗ്രഹമാണ്, ഗംഭീരം, കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അതിൻ്റെ കഥകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എന്താ വെച്ചാൽ അതിൽ പറയണത് ക്രിസ്തുവിനും 200 കൊല്ലത്തോളം മുമ്പ് 2 കേരളത്തിലെ ബ്രാഹ്മണർ മൂകാംബികയിൽ പോയിട്ട് ഭജനം ഇരുന്നിട്ട് കൊണ്ടുവന്ന വിഗ്രഹമാണ് എന്ന് എഴുതിയിരിക്കുന്നു. ശങ്കരാചാര്യസ്വാമികൾ തന്നെ ക്രിസ്തുവിന് ശേഷം 800-ലാണ്, അതായത് 800 നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ കാലം. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ എപ്പോഴാണ് ഇവർ പോയതെന്നുള്ളത് എഴുതിയിരിക്കുന്ന ലെജൻഡിൽ തന്നെ കുറച്ചൊരു സുഖമില്ലായ്മ എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, കേരളത്തിലേക്ക് ബ്രാഹ്മണർ വരണത് 5-6 നൂറ്റാണ്ടിലാണ്, അതായത് 400 AD ശേഷമാണ് അവർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിനും 200 കൊല്ലം മുമ്പ് പോയിട്ട് കാളിയുടെ വിഗ്രഹം കൊണ്ടുവന്നിട്ട് വൈദികമായിട്ടുള്ളൊരു പൂജാ രീതി അവിടെ ഉണ്ടായതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് കൊളനട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, അതിനുള്ള സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിഗംഭീരമായിട്ടുള്ള കളരി പാരമ്പര്യമുള്ള സ്ഥലങ്ങളാണ്. ഒന്നാന്തരം കളരി ദേവതയാണ്, കൃത്യമായിട്ടുള്ള കൗള പാരമ്പര്യമാണ്. അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇപ്പോഴും അവിടെ കാണാം. കറുത്ത കോഴിയെ പറത്തുക, അങ്ങനത്തെ പണികളൊക്കെ അവിടെ കാണാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ എന്തായാലും പാൽപ്പായസം കഴിച്ചിട്ടല്ല ഇരുന്നിരിക്കുന്നത്, അത് ഉറപ്പാണ്. അതുകൊണ്ട് കൗളാധിഷ്ഠിതമായിട്ടുള്ള ആചാരങ്ങൾ, രക്തവും തീയും കൊണ്ടുള്ള വഴിപാടുകൾ, തീ കൊണ്ടുള്ള വഴിപാട് ഇന്നും നമുക്കൊരു സ്ഥലത്ത് കാണാം, എടത്തിരുത്തുകാവിൽ ഗുരുവായൂർ. രാത്രി അഴലെന്ന് പറഞ്ഞ് കൊടുക്കണത് അസൽ തീപ്പന്തം കത്തിച്ചിട്ട് അഗ്നി നേദിക്കുകയാണ് ചെയ്യണത്. അവിടെ കോഴിവെട്ടിക്കുരുതി ഉണ്ടായിരുന്നതാണ് ഒരു കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ കോഴിവെട്ടിക്കുരുതി ഉണ്ടായിരുന്നതാണ്. അന്ന് മതിൽക്കെട്ട് വേറെയാണ്, 2 ക്ഷേത്രങ്ങൾ വെവ്വേറെ തന്നെ ഇരുന്നിരുന്ന കാലമുണ്ട്. പിന്നെ ശക്തി ആവാഹിക്കുകയും തിരിച്ചു വിടുകയും ചെയ്യണം, ഉദ്വസിക്കുകയും ചെയ്യണത് ഉഗ്രദേവതയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആരാധന. ആവാഹിക്കുകയും ചെയ്യും, ഉപചരിച്ചു കഴിഞ്ഞാൽ തിരിച്ചയക്കുകയും ചെയ്യുന്ന ആരാധന. ഇതാണ് ഒരു കൈ ശാക്തേയ ആരാധനയുടെ. രണ്ടാം കൈ ഏതാണെന്ന് ചോദിച്ചാൽ അഭ്യാസ. അതാണ് ഇന്ന് ഇല്ലാണ്ടായത്. ഇപ്പം മറ്റേതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമ്പോഴും ഇപ്പുറത്തെ സൈഡില്ല. കളരിയിലെ ചിട്ടയായിട്ടുള്ള ശാരീരിക പരിശീലനം, അതിൽ കൂടെ ശരീരത്തിനെ എന്തിനാണ് തയ്യാറാക്കുന്നത്? ഈ ദേവതയുടെ ചൈതന്യത്തിനെ ഉൾക്കൊള്ളാനുള്ള ശാരീരിക ശേഷി ഉണ്ടാക്കണത്. ഒരു വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിൽ ദേവതാ ചൈതന്യം ഉണരുമ്പോൾ തന്നെ ആലില പോലെ വറച്ചു പോകും. കാരണം നമ്മുടെ ശരീരം ആ ചൈതന്യത്തിന് ഉൾക്കൊള്ളാൻ പാകമാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പ്രഭാഷണങ്ങൾ പറയാറുണ്ട്, നമ്മളിന്ന് പല മന്ത്രങ്ങൾ ചോദിക്കുന്നുണ്ട്, സ്തോത്രം ചെല്ലുന്നുണ്ട്, അവിടെ പോകേണ്ട ഇത് പോകേണ്ട, ഭഗവാനെ വിളിച്ചു വരുത്താൻ നോക്കുന്നുണ്ട്, പ്രത്യക്ഷ ദർശനമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഭഗവാൻ ചോദിക്കുന്നുണ്ട് നമ്മളോട്, ഐ എം റെഡി ടു കം ബട്ട് ആർ യു റെഡി ടു റിസീവ് മീ? ഞാൻ വരാൻ തയ്യാറാണ്, എന്നെ ഉൾക്കൊള്ളാൻ, എന്നെ സ്വീകരിക്കാൻ നീ തയ്യാറാണോ? അതിന് ഉത്തരമില്ല നമുക്ക്.
അതിന് വേണ്ട ചിട്ടകളാണ് ഈ പുരസ്ചരണമായിട്ടും അഭ്യാസമായിട്ടും. അപ്പം ശരീരത്തിനെയും കൂടെ ബലപ്പെടുത്തേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. സിദ്ധപരമ്പരകൾ അതാ ചെയ്തിരുന്നത്. അഭ്യാസങ്ങളില്ലാണ്ട് ആചാരം മാത്രം നിലനിൽക്കുന്നിടത്ത് ശക്തിക്ക് വരാനോ സഞ്ചരിക്കാനോ വഴിയുണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അഭ്യാസമില്ലാതെ വെറുതെ ആചാരം മാത്രം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ശാക്തേയത്തിൽ ശക്തിക്ക് സഞ്ചരിക്കാൻ വഴിയുണ്ടാവില്ല. ആചാരങ്ങളില്ലാണ്ട് അഭ്യാസം മാത്രം നിലനിൽക്കുന്ന ഇന്നത്തെ കളരിയുടെ സിസ്റ്റത്തിൽ അഭ്യാസം മാത്രമേ ഉള്ളൂ, ആചാരമില്ല. ശക്തിക്ക് ഉറവിടുണ്ടാവില്ല. എവിടുന്നാണ് ഈ ശക്തി ഉണ്ടാക്കുക? ഈ ശക്തി എവിടുന്ന് വരും? ഈ അഭ്യസിക്കണമെങ്കിൽ ഒരു ശക്തി വരണ്ടേ? അത് ഫുഡ് കഴിച്ചിട്ട് മാത്രമല്ല വരുന്നത്. ആ പ്രപഞ്ചശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ആചാരം വേണം. അതുകൊണ്ട് അഭ്യാസം മാത്രമായിട്ട് നിലനിൽക്കുന്നവിടെ ശക്തിക്ക് ഉറവിടം ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടും ഒന്നിക്കണം. അഭ്യാസവും വേണം, ആചാരവും വേണം. ഈ ഒരു സമ്പ്രദായമാണ് ഇനിയുള്ള കാലത്ത് കേരളത്തിൽ വീണ്ടെടുക്കണേ. അതായിരിക്കണം നവോത്ഥാനം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡേഞ്ചറസ് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശാക്തേയ ആചാരങ്ങളിൽ കൂടെ ആവാഹിക്കണ ശക്തിക്ക് അർഹമായിട്ട് തീരാൻ നമ്മുടെ ശരീരത്തിനെ കളരികൾ പരിശീലിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ടല്ലേ പണ്ട് വെളിച്ചപ്പാടന്മാരൊക്കെ ചാടുക എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ നിന്ന് പെരുവിരൽ ഊന്നി ചാടി അവർ ഏറല വരിക. പിന്നെ ആയുധത്തിൻ്റെ പ്രയോഗം തന്നെ അതിഭീകരമായിരുന്നു. നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ മാതിരി വെറുതെ വിറപ്പിച്ചുകൊണ്ട് നടക്കലൊന്നും ആയിരുന്നില്ല. വെട്ടിപ്പൊളിക്കുക, വെട്ടിത്തെളിയുക എന്നാ പറയുക. കൊടുങ്ങല്ലൂരൊക്കെ പറയുക വെട്ടിത്തെളിഞ്ഞു എന്നാ പറയുക. കാളിക്ക് വെട്ടിത്തെളിഞ്ഞു എന്നാ പറയുക. എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ അഭ്യാസബലം കൊണ്ടാണ്. ഗുരുക്കന്മാർ ഒരേ സമയം ആയോധന കലകളുടെ ആശാന്മാരുമായിരുന്നു, അതേസമയം ശാക്തേയ പൂജാരിമാരുമായിരുന്നു. മിക്ക സ്ഥലങ്ങളിലും ഗുരുനാഥനും പൂജാരിയും ഒരാളായിരുന്നു. ഇങ്ങനത്തെ കാരണവന്മാരാണ് നമ്മുടെ തറവാടുകളിൽ പരദേവതയുടെ അടുത്ത് തന്നെ ഒരാൾ ഇങ്ങനെ നിന്നിട്ട് വാളും പരിചയം പിടിച്ച് നിൽക്കണൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരായിരുന്നു. അവരെയാണ് നമ്മൾ ഗുരുമുത്തപ്പൻ, ഗുരുനാഥൻ, കാരണവർ, യോഗീശ്വരൻ, മുനീശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ വെച്ചിട്ടുള്ളത്, തറവാടുകളിൽ. പൂത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവിൽ, ആ ശ്രീകോവിലിന് തുല്യം. അത് വെറുതെ അലങ്കരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് അമ്പരത്തിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ വാളും പരിചയമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചന്തത്തിന് വെക്കാനുള്ള സ്ഥലമായിരുന്നില്ല. അത് ആ മുഴുവൻ എൻ്റർപ്രൈസിൻ്റെയും സംരംഭത്തിൻ്റെയും സ്പിരിച്വൽ എനർജി സെൻ്ററായിരുന്നു, ആത്മീയമായിട്ടുള്ള ഊർജ കേന്ദ്രമായിരുന്നു. വടക്കൻ കളരി പാരമ്പര്യത്തിൽ മാത്രം ഉള്ള ചില കൗളാധിഷ്ഠിത ആചാരങ്ങളുണ്ട്. അത് വടക്കോട്ട് പോയാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, കളരിയുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കുലദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാഹ്യമായിട്ടുള്ള കൗളാരാധന. കുലദ്രവ്യങ്ങളിൽ പെടും, മദ്യം, മാംസമൊക്കെ പെടും. അതേപോലെ തന്നെ മുറ്റത്ത് പുറത്തുള്ള ബാഹ്യമായിട്ടുള്ള ശാക്താരാധന, ഭൈരവൻ തുടങ്ങിയിട്ടുള്ള പഞ്ചമൂർത്തികൾ, 5 മൂർത്തികൾക്കുള്ള കുക്കുട ബലി, കോഴിബലിയോട് കൂടിയിട്ടുള്ള ബലിപൂജകൾ. ഇത് കൂടാണ്ട് മൂന്നാമത് ഒരു ഇൻറ്റേർണൽ അഭ്യാസമുണ്ട്. കുണ്ഡലിനി വിദ്യയുടെ ആന്തരികമായിട്ടുള്ള ഇൻറ്റേർണൽ പരിശീലനം, ചിട്ടയായിട്ടുള്ള ശരീര ചലനങ്ങൾ പിടിക്കുക. ഇന്നും കഥകളിയിൽ മുദ്രയ്ക്ക് വൃത്തി വരണം എന്നുണ്ടെങ്കിൽ വായു കൊടുക്കുക എന്നാണ് പറയുക. നോട്ടമൊക്കെ വായു കൊടുത്തിട്ടാണ് പറയുക. എന്ത് വായു കൊടുക്കുന്നത്? നമ്മളൊരു സ്ഥലത്തേക്ക് നോക്കുക, നമ്മുടെ പ്രാണനെ അങ്ങോട്ട് ചലിപ്പിക്കുകയാണ്. അങ്ങനെ പിടിക്കുമ്പോഴാണ് ആ മുദ്രയ്ക്ക് വൃത്തി വരിക. അത് തോൾപ്പൊക്കത്തിൽ പിടിക്കണം എന്നാണ്. ഇങ്ങനെ മുദ്ര പിടിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പിടിക്കണം. ആ പിടിക്കുന്ന ഇതൊക്കെ കളരിയുന്നതാണ്. ഇത് മുഴുവൻ വരുന്ന കളരിയുന്ന. അത് കാണാനുള്ള ഭംഗിക്ക് മാത്രമല്ല, അത് അഭ്യസിക്കുന്നവന് കിട്ടുന്ന ഉയർച്ചയാണ്. അവൻ അതുകൊണ്ടൊരു തേജസ്സന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ഹഠയോഗ പ്രതിവിധികളൊക്കെ പറയുന്ന വിദ്യകളെ തന്നെ കളരിയിലേക്ക് സ്വാംശീകരിച്ചിരിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ചലനങ്ങൾ, ശ്വാസനിയന്ത്രണം, മന്ത്രസമന്വയം, ഇത് മൂന്നും വരും. അപ്പോൾ എന്താ, ഒരു മൂവ്മെൻ്റ് എടുത്തു, അതിനനുസരിച്ച് ഒരു ശ്വാസം, ആ ശ്വാസത്തിൽ ലയിപ്പിച്ച മന്ത്രത്തിന് അപ്പോഴേ ആക്ടിവേഷൻ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ വരില്ല. ഇന്നും അങ്ങനെയാണ്. വെറുതെ ഏത് മന്ത്രങ്ങളും നമ്മളിപ്പോൾ ഓം നമോ നാരായണായ, നമശിവായ പോലും ശ്വാസത്തിൽ ലയിപ്പിക്കാണ്ട് ജപിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ എണ്ണം പിടിക്കാൻ വേണ്ടി നമശിവായ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്വാസത്തിൽ ലയിപ്പിക്കണം. ഇവിടെ ശരീരചലനങ്ങളിൽ കൂടെ ലയിപ്പിക്കണം, ശ്വാസനിയന്ത്രണത്തിൽ ലയിപ്പിക്കണം. മന്ത്രത്തിൻ്റെ അക്ഷരങ്ങളെ, ശബ്ദങ്ങളെ ഓരോ സ്പന്ദനത്തിലേക്കും കൊണ്ടുവന്ന് കുണ്ഡലിനി ഉണർത്താനാണ് പൂർവാചാര്യന്മാർ പഠിപ്പിച്ചത്. ഈ വടക്കൻ കളരിയിൽ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ വരുന്ന
ആ ശാക്തേയ ഫിലോസഫി, കളരിയുടെ ശാക്തേയ ഫിലോസഫി പറയുന്നത് ശരീരകഞ്ചുകിത ശിവോ ജീവോ നിഷ്കഞ്ചുക പരശിവ എന്നാണ്. ആവരണങ്ങളുള്ള ശരീരത്തിൽ ശിവൻ ജീവാത്മാവാണ്. നമുക്ക് പല ലെയറുകളുണ്ട്. ഇതിൽ അകത്തിരിക്കുന്ന ശിവനെ വിളിക്കുന്ന പേരാണ് ജീവാത്മാവ്. എന്നാൽ ഈ ശരീരത്തിൻ്റെ പരിമിതിയിൽ നിന്ന് നമ്മൾ വിട്ടാലോ, നമ്മൾ പരമശിവനായി. ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ശിവൻ, ശരീരത്തിൻ്റെ ജീവാത്മാവായിട്ടുള്ള ശിവൻ, ശരീരത്തിൻ്റെ പരിമിതികളിൽ നിന്ന് വിട്ടാൽ പരമശിവൻ. അതെങ്ങനെ ശരീരം കളയാണ്ട കിട്ടും? ഈ ശരീരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ നിൽക്കും? ശരീരം ലിക്വിഡ് പോലെ ആവുക, സർപ്പത്തെ പോലെ ആവുക. അതിനാണ് സർപ്പങ്ങളെ ആരാധിച്ചിരുന്നത്. ഒഴുക്കുണ്ടാവാനാ, ഒഴുക്ക്. മെയ്യ് കണ്ണാവുക എന്ന് പറയും. അത് തന്നെ ഒരു പ്രഭാഷണത്തിലുള്ള വകുപ്പുണ്ട്. എന്താണ് ഈ മെയ്യ് കണ്ണാവുക എന്ന്? പ്രധാന കൺസെപ്റ്റാണ്. ശരീരം കണ്ണായി തീരുക. എവിടുന്ന് വന്നാലും അറിയും ആ സിസ്റ്റം. അതുകൊണ്ട് കളരിയുടെ പരിശീലനം നമ്മുടെ ഈ ഓരോ ആവരണങ്ങളെയും, നമ്മുടെ പരിമിതികളുടെ ലിമിറ്റേഷൻസിൻ്റെ ഓരോ ലെയറിനെയും ഘട്ടം ഘട്ടമായിട്ട് പൊട്ടിച്ച് 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 കളയണതാണ്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ പറയില്ലേ, ഓരോ ദിവസം കഴിയുമ്പോഴും ദുന്ദുകാരി ഇരുന്ന മുളയുടെ ഓരോ മുട്ട് പൊട്ടിയെന്ന്. അതുപോലെ കളരി ഓരോ മുട്ട് പൊട്ടിക്കണു. എങ്ങനെ? സപ്തധാതുക്കളിൽ കൂടെ ശരീരത്തിൻ്റെ കലകൾ, ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, സപ്തധാതുക്കൾ. ആ ഓരോ ധാതുക്കളുടെ ഉള്ളിലും പ്രവർത്തിക്കുന്ന ശക്തികൾ, അവരെയാണ് നമ്മൾ യോഗിനികൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ യോഗിനികൾ എന്ന് വിളിക്കുന്നത് അവരെയാണ്. ഈ സഹസ്രനാമത്തിലൊക്കെ നമ്മൾ യോഗിനികൾ പറയുന്നുണ്ടല്ലോ. അത് ലളിതോപാഖ്യാനം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ചേ ഉള്ളൂ ഇവിടെ ചൂരക്കോട്ടുകാവിൽ 9 ദിവസത്തെ. അതിൽ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് യോഗിനികൾ എന്താണെന്ന്. യോഗിനികൾ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ആ ശരീരത്തിൽ അതിൽ പ്രത്യേകമായിട്ട് ശ്രീചക്രത്തിൻ്റെ ഘടന പറയുമ്പോൾ ഈ സപ്തധാതുക്കളിലുള്ള യോഗിനിമാർ വരും. അവരെ നമ്മൾ വിമർശ ശക്തികൾ, അല്ലെങ്കിൽ ആ ഓരോ ഐറ്റത്തിലും, ഇപ്പം മാംസത്തിലാണെങ്കിൽ രക്തത്തിലാണെങ്കിൽ അതിലുള്ള ബോധത്തിൻ്റെ പ്രതിഫലനം. ബ്രഹ്മം സകലത്തിലുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, യോമേ അന്തപ്രവിശ്യ, ഞാൻ എല്ലാറ്റിലും വ്യാപിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെ? ഏത് രൂപത്തിൽ? അപ്പം രക്തത്തിലുള്ള ആൾ ഒരു യോഗിനി, മാംസത്തിലുള്ളത് ഒരു യോഗിനി, മേധസ്സിലുള്ളത് യോഗിനി, ശുക്ലത്തിലുള്ളത് യോഗിനി, അസ്ഥിയിലുള്ളത് യോഗിനി. ഇങ്ങനെ ഓരോന്നിലും യോഗിനി ശക്തികൾ. ഈ പറയണവരെ ഒക്കെ ഉപാസിച്ച് പരിശീലകൻ ക്രമേണ ഈ ആവരണങ്ങളിൽ നിന്ന് മുക്തനാവും. ഈ യോഗിനികളൊക്കെ കേരള ക്രമത്തിലുണ്ട്, രഹസ്യമാണെന്ന് മാത്രം. അത് ആചാര്യന്മാർക്ക് അറിയാം. അങ്ങനെ മുക്തനാവും. ശരീരം പരമശിവനെ പോലെ ആയിത്തീരുകയും ചെയ്യും. ശരീരം സുതാര്യമാവുക എന്നാണ് പറയുക, കണ്ണാടി ഭാര്യയാവുക. അത്രയും മാലിന്യമില്ലാണ്ടാവുക. ശരീരത്തിൻ്റെ ഓരോ ഫങ്ഷനെയും നിയന്ത്രിക്കാനാവുക. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഹാർട്ടിൻ്റെ മിടിപ്പിനെ നിർത്താൻ പറ്റുമോ? പാൻക്രിയാസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയണ്ടോ? ലിവർ വർക്ക് ചെയ്യണത് ആർക്കെങ്കിലും അറിയണ്ടോ? ഹെപ്പറ്റൈറ്റിസ് വരുമ്പോഴോ സിറോസിസ് വരുമ്പോഴോ ഫാറ്റി ലിവർ വരുമ്പോഴാണ് ലിവർ ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയണത്. അതുവരെ അറിയില്ല. ഇതെങ്ങനെ അറിയണത്? അഭ്യാസിക്ക് ഇങ്ങനെ അകത്തുള്ള ഓരോ അവയവത്തിനെ പോലും തിരിച്ചറിയാനും നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടാവും. അതാണ് സിദ്ധി. ഈ ധാരണയ്ക്ക് നമ്മുടെ കാലഘട്ടത്തിൽ വലിയ തകർച്ച വന്നു. കൗളാധിഷ്ഠിതമായിട്ടുള്ള കളരി ആരാധനയ്ക്ക് പകരം വൈദികമായിട്ടുള്ള കേരളീയ വെജിറ്റേറിയൻ രീതികൾ വന്നു. ബലിയിൽ കോഴിക്ക് പകരം കുമ്പളങ്ങ ഉപയോഗിക്കാൻ തുടങ്ങി. പഴയ കാവുകളൊക്കെ ഇന്ന് നമ്മൾ കൈകൊണ്ട് തിരിവെച്ച് നമ്മളൊരു ചെമ്പരത്തി വെച്ചിരുന്ന അമ്മയൊക്കെ നമ്മളിപ്പോൾ പുറത്ത് നിന്ന് മാറി നിന്ന് ദൂരെ നിന്ന് തൊഴേണ്ട ആൾക്കാരായി. സ്വന്തം തറവാട്ടിൽ സ്വന്തം മച്ചിലെ ഭഗവതിക്ക് അകത്ത് കയറി പൂജ കഴിച്ചിരുന്ന ആൾക്കാർ ഇന്ന് മണിയടിച്ചിട്ട് വിളിക്കണ സമയത്ത് തൊഴാൻ വരേണ്ട ആൾക്കാരായിട്ട് മാറി. അതുവരെ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വെളിച്ചപ്പാടിൻ്റെ പാരമ്പര്യം ഇല്ലാണ്ടായി. ബലികർമ്മങ്ങൾ, മലബാരാചാരങ്ങൾ ഇതൊക്കെ ഇല്ലാണ്ടായി. അത് വെറും ഒരു മതപരമായിട്ടൊരു മാറ്റം മാത്രമല്ല വാസ്തവത്തിൽ, മറിച്ച് കളരിയെ അതിൻ്റെ ഉത്ഭവ സ്രോതസ്സുകളിൽ നിന്ന് മുഴുവൻ ഇന്ന് വേർപെടുത്തി. ഇന്ന് കളരി എന്ന് പറഞ്ഞാൽ സർക്കാർ ആഘോഷങ്ങളിലും സായിപ്പന്മാർക്ക് കാണാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രദർശന സംഭവത്തിലേക്ക് അതിനെ ഒഴുക്കി നമ്മുടെ കുട്ടികൾക്ക് പോലും ഇന്ന് കളരി എന്ന് പറഞ്ഞാൽ അതേ അറിയുള്ളൂ. അതിൽ കൂടുതൽ അറിയില്ല. ഞാനൊരു 15 മിനിറ്റ് കൂടെ പറഞ്ഞ് നിർത്താം. എനിക്കറിയാം സമയം നിങ്ങൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, നമുക്ക് എത്തിപ്പെടാനും പോകാനും ഒക്കെ. ഞാൻ ചുരുക്കാം. അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. തുളുനാടൻ അങ്കക്കളരി അത് ഏറ്റവും രഹസ്യമായിട്ടുള്ളൊരു പാരമ്പര്യമാണ്. കേരളത്തിലെ, അതായത് തുളുനാട് എന്ന് പറഞ്ഞാൽ പഴയ തെക്കൻ കർണാടകം, ദക്ഷിണ കർണാടകം, ഉടുപ്പി, കേരളത്തിലെ കാസർഗോഡ് ജില്ല ഇത്രയും ചേരുന്നതാണ്
ദ്രാവിഡ ഭാഷയായിട്ടുള്ള തുളു സംസാരിക്കുന്ന ഒരു പ്രദേശം. തുളുവിനും എഴുത്തില്ല, അതിന് സ്ക്രിപ്റ്റ് ഇല്ല. അവിടെയാണ് അതിൽ ഈ തുളു രാജാക്കന്മാർ ഭഗവതി ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് വളരെ ചിട്ടയായിട്ടുള്ള ആർമിയുടെ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ സംഘങ്ങളെ അവർ എണ്ണം കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം 100 വില്ലാളിമാരുണ്ടെങ്കിൽ 100 വില്ലോക്കന്മാർ, 40 വില്ലോക്കന്മാർ, 25 വില്ലോക്കർ. അതുമാതിരി ഈ മംഗലാപുരത്ത് ഉള്ള തീയ സമുദായത്തിൻ്റെ 18 കാളിക്ഷേത്ര ഭഗവതര ക്ഷേത്രങ്ങളിലും, അതേമാതിരി ഈ കുദ്രോളി കുട്ടകുളവം എന്ന് പറയും, കുട്ടകുളവത്തിലും അത് ഇപ്പോഴും ഇന്നും നമുക്ക് ഇതിൻ്റെ ചുരുങ്ങിയ രൂപത്തിൽ കാണാൻ സാധിക്കും. തുളുനാടൻ അംഗക്കളരികളെ അംഗകരതി എന്നാ പറയുക. അംഗത്തിന് അഥവാ പോരാട്ടത്തിനുള്ള ആയുധ പരിശീലന കേന്ദ്രങ്ങൾ ഈ അംഗകരതികൾ. അതിൽ വളരെ രഹസ്യ സ്വഭാവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. തുളുനാട് പോയിട്ട് പഠിക്കുക എന്നാ പറയുക. ഹയർ ഇതിന് ഉദയനൊക്കെ തുളുനാട് പോയിട്ടാണ് പഠിച്ചത്, തുളുനാടൻ വിദ്യ. അതേമാതിരി ആയുധ പരിശീലനത്തിൻ്റെ ഒപ്പം തന്നെ മന്ത്രം ചേർത്തിട്ടുള്ള ശ്വസന പരിശീലനം. ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യ, മന്ത്രപൂരിതമായിട്ടുള്ള ശ്വാസം, ഇത് വളരെ പ്രധാനമാണ്. പിന്നെ രാത്തിരിപ്പ്, മായന്തിരിപ്പ്, പകലോടി, രാവോടി, അഗ്നിപ്രഹാരം, മന്ത്രപ്രഹാരം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വളരെ നിഗൂഢമായിട്ടുള്ള പോരാട്ട വിദ്യകൾ. അത് ഈ അഗ്നിപ്രഹാരവും മന്ത്രപ്രഹാരവും വാസ്തവത്തിൽ ശരീരത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കയറിയിട്ട് മന്ത്രവിദ്യ കാണിക്കും. ഇപ്പോൾ നമ്മൾ ദേവീമഹാത്മ്യത്തിലൊക്കെ കേട്ടില്ലേ, മഹിഷാസുരം പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായപ്പോൾ മായാവിദ്യ കാണിക്കാൻ തുടങ്ങി, പല രൂപങ്ങളെടുത്തു ദേവിയുടെ നേരെ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ എക്സാക്റ്റ് ഹ്യൂമൻ റിഫ്ലക്ഷനാണിത്. അവിടെ മഹിഷാസുരൻ ചെയ്യണ വിദ്യ, മന്ത്രം കൊണ്ട് ചെയ്യണ വിദ്യ തന്നെയാണ് ഇവിടെ ഇതിൽ വന്നിട്ട് നമ്മൾ കാണുന്നത്. അപ്പം മാത്രമല്ല, അവരുടെ പരമ്പരയിൽ ദേവി ശിവനിന്ന് നന്ദി, നന്ദിന്ന് തുളുനാട്ടിലെ ആചാര്യന്മാരെ പഠിപ്പിച്ചു. മാത്രമല്ല, ദാരികാവധത്തിന് ശേഷം ശിവൻ ഭദ്രകാളിക്ക് പറഞ്ഞു കൊടുത്തത് ഭദ്രകാളിയും തുളുനാട്ടിൽ വന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തുളുനാടൻ പാരമ്പര്യത്തിനെ 4 സെപ്പറേറ്റ് പാരമ്പര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ പള്ളി എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക. അത് ചങ്ങമ്പള്ളി, ആ കളരിയാണ് നമ്മുടെ അവിടെ ഉള്ളത്. പിന്നെ ഘോരംപള്ളി, ഉഗ്രംപള്ളി, ദ്രോണംപള്ളി, ഇതിനൊക്കെ വ്യത്യസ്ത ആചാരങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ ഇതുപോലെ തെക്കൻ നാട്ടിലും അഗസ്ത്യരുടെ രീതിയിൽ അതിലെങ്ങനെ വെച്ചാൽ കൂട്ടിപ്പിടിച്ച് ശരീരം കൊണ്ട് പിടിച്ചിട്ടും പൂട്ടിയിട്ടും ഒക്കെയുള്ള വിദ്യകളാണ് അഗസ്ത്യരുടെ പാരമ്പര്യത്തിൽ തെക്കൻ പാട്ടിലുള്ളത്. ഇപ്പോൾ രസമായിട്ടുള്ളൊരു സംഭവം പറയാം. നമ്മളൊക്കെ എൻ്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ശേഷം വന്നവർ എനിക്കറിയില്ല. പണ്ട് നമുക്കൊരു നോൺ ഡീറ്റെയിൽ പുസ്തകം ഉണ്ടായിരുന്നു മലയാളത്തിന്, ധർമ്മരാജ, സി വി രാമൻപിള്ളയുടെ. അതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഉമ്മണിപ്പിള്ള പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. മഹാ കുഴപ്പം പിടിച്ചൊരു അലവലാതി ക്യാരക്ടറാണ്. അയാളാണ് കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഉമ്മണിപ്പിള്ള സന്ധ്യാസമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ മതിലിൻ്റെ അതിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് കറുത്ത് ഭീകരമായിട്ടൊരു സത്വം പോലൊരു രൂപം ചാടി വീണിട്ട് ഉമ്മണിപ്പിള്ളയുടെ കഴുത്തിൻ്റെ പുറകിൽ ഒന്ന് തലോടിയിട്ട് ഇരുട്ടിൽ മറിഞ്ഞു കളഞ്ഞു. അടുത്ത നിമിഷം ഉമ്മണിപ്പിള്ളയുടെ മൂക്ക് ഇടത്തോട്ട് വളഞ്ഞു പോയി. ഇത്ര എഴുതി വെച്ചിരിക്കുക. ഇങ്ങനത്തെ വിദ്യകളൊക്കെ ഈ തെക്കൻ പാരമ്പര്യത്തിൻ്റെ സവിശേഷതകളായിരുന്നു. ചെറിയ മർമ്മപ്രയോഗങ്ങളിൽ കൂടെ വലിയ സംഭവങ്ങൾ ചെയ്യുക. ചട്ടമ്പിസ്വാമിയൊക്കെ അതിൻ്റെ വലിയ ഒരു ആചാര്യനായിരുന്നു. എടപ്പള്ളി പള്ളിയുടെ അടുത്ത് വെച്ചിട്ട് അദ്ദേഹം നടന്നു പോകുമ്പോൾ, ഇന്നത്തെ എടപ്പള്ളി പള്ളിയുടെ അവിടെ എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് പിടിച്ച സ്ഥലമാണ്. ആ കാലത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ, ഞാനത് ഇന്നാളുകൂടെ ഇവിടെ പറഞ്ഞു, കുറച്ച് ചെറുപ്പക്കാർ അന്യമതസ്ഥരാണ്, കളവാ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് താടി പിടിച്ച് വലിക്കാനൊക്കെ നോക്കി. അദ്ദേഹം അവരെ ഒഴിവാക്കി പോകാൻ നോക്കിയപ്പോൾ ശാരീരികോപദ്രവത്തിന് മുതിർന്നപ്പോൾ അദ്ദേഹം തിരിഞ്ഞിട്ട് ഒരുത്തൻ്റെ നെഞ്ചിൻ്റെ അവിടെ തൊട്ടു. അവൻ അങ്ങനെ നിന്നുപോയി. അദ്ദേഹം പോയി അവിടുന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോഴും അവനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോലും പോകാൻ പറ്റാണ്ട് അവൻ്റെ വീട്ടുകാരടക്കം അവനവിടെ മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഇദ്ദേഹം തൊട്ടിട്ടാണ് ഇവനിങ്ങനെ ആയത്. അപ്പോൾ ഇവർ വന്ന് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്ന് തൊട്ടു. അവൻ നേരെയായി. ഇതൊക്കെ നമ്മുടെ തന്നെ വളരെ അടുത്ത കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ എന്താ പറയുക, തുളുനാടൻ കളരികൾക്ക് ഇത്തരം മന്ത്രം, മർമ്മം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള വിദ്യകൾ, ആയുധത്തിൻ്റെ പ്രയോഗങ്ങൾ, ഇതിനൊക്കെയാണ് പ്രാധാന്യം. തെക്ക് എന്ന് പറഞ്ഞാൽ ആയുധങ്ങളല്ലാണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള ശേഷികൾ കൊണ്ടുള്ള ഒരു എന്താ പറയുക അഭ്യാസങ്ങളും പിടുത്തം, അടക്കങ്ങൾ അഗസ്ത്യൻ്റെ പദ്ധതിയിൽ കൂടുതലും അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ ഈ എന്താ പറയുക തുളുനാടൻ പാരമ്പര്യത്തിൽ പോയിട്ട് പഠിച്ചു വരിക എന്ന് പറയണതാണ് ഈ വടക്കം പാട്ടുകളിലൊക്കെ ഏറ്റവും വലിയ
ഒരു സംഭവം. ഇപ്പോൾ മലബാറിൽ തന്നെ ഒരു പോരാളി സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ നായകനായിരുന്ന ഒതേനനിലാണ് അത് ശരിക്കും അദ്ദേഹം തുളുനാടൻ കുറുപ്പ് എന്നുള്ള പാരമ്പര്യ പദവി ഉണ്ടായിരുന്ന മതിലൂർ ഗുരുക്കൾ അഥവാ കതിരൂർ ഗുരുക്കൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കളരിയിൽ പോയിട്ട് തുളുക്കുറ്റം തീർത്തു എന്നാണ് പറയുക. അതായത് തൻ്റെ പരിശീലനത്തിൽ വരുന്നിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ മാറ്റുക എന്ന് പറയും. വടക്കൻ കളരികൾക്കൊന്നും പഠിപ്പിക്കാൻ കഴിയാത്തത് പഠിക്കാനും അതേമാതിരി അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് പണ്ട് തുളുനാട് പോയിരുന്നത്. ആരോമൽ ശേഖരാണെങ്കിലും അരിങ്ങോടരാണെങ്കിലും പയ്യമ്പള്ളി ചന്തു ആണെങ്കിലും ഒക്കെ ഉദയനന് മുമ്പ് ഇതേ തീർത്ഥാടനം നടത്തിയ ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക കൈവഴികൾ, ഞാൻ അതിൽ ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രഭാഷണം കേൾക്കുന്ന അറിവുള്ളവർ ക്ഷമിക്കുക. കാരണം ഞാനിതിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് സമയത്തിൻ്റെ കുറവ് കൊണ്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ശരീരത്തിൻ്റെ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന രീതികൾ, ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അതേമാതിരി എന്താ പറയുക ഇപ്പോൾ ഈ കോൽത്താരി, കെട്ടുതാരി, മുച്ചാണ്, ചെറുവടി, കഠാര ഇങ്ങനെയൊക്കെ അങ്ങനെ അനവധി ആയുധങ്ങളുടെ പ്രയോഗങ്ങൾ. അതേമാതിരി തന്നെ ഈ ലോഹ ആയുധങ്ങൾ, ഈ കോൽത്താരികളൊക്കെ മരത്തിൻ്റെ ആയുധങ്ങളാണ്. അതേമാതിരി അങ്കത്താരികളൊക്കെ ലോഹം കൊണ്ടുള്ള മെറ്റാലിക് വെപ്പൺസാണ്. അതായത് കഠാരവാള്, ഇരട്ടവാള്, വാളും പരിചയം, കുന്തം, അതേമാതിരി കണ്ഠകോടാലി എന്ന് പറയുന്നത്. അവസാനമാണ് ഉറുമി. ഞാൻ നേരത്തെ പറഞ്ഞു ഉറുമി വരുന്നത്. ഉറുമി അവസാനമേ പഠിപ്പിക്കുള്ളൂ. കാരണം ഈ സ്വയം മുറിവേൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് പരിശീലനം കറക്റ്റ് അല്ലെങ്കിൽ. അറിയാണ്ട് സ്വന്തം കഴുത്തിൽ തന്നെ വന്ന് ചുറ്റി വലിഞ്ഞു പോയാൽ കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ ദേഹത്തന്നെ കയ്യിലോ കാലിലോ ചുറ്റി വലിഞ്ഞ ആ അംഗം വേർപെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, വെറും കൈ കൊണ്ടുള്ള പോരാട്ടങ്ങൾ, പ്രഹരങ്ങൾ, കിക്കുകൾ, അതുമാതിരി ഈ ഗ്രാപ്ലിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മോഡേൺ ഇതിൽ വരണേ. അതുമാതിരി ഈ ജോയിൻറ്റുകൾ പിടിച്ചുള്ള ലോക്കിങ്ങുകൾ, അതുമാതിരി പ്രഷർ പോയിൻറ്റുകൾ നോക്കിയിട്ടുള്ള ആക്രമണങ്ങൾ, മർമ്മത്തിൻ്റെ തന്നെ, ഇതൊക്കെ ആയുധം പരിശീലിപ്പിച്ചതിന് ശേഷം പഠിപ്പിക്കുക. ആദ്യമേ കയറി പഠിപ്പിക്കില്ല. ആദ്യം ആയുധം കഴിഞ്ഞ് പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഓരോന്നിലും അതാത് പരമ്പരകൾക്കനുസരിച്ചിട്ട് ഉണ്ടായിരുന്നു. മർമ്മവിദ്യ, കളരി ചികിത്സ ഏറ്റവും ലാസ്റ്റാണ് പഠിപ്പിക്കുക. കളരിയിലെ ചികിത്സാവിദ്യ അസാധാരണ സമർപ്പണമുള്ള ആൾക്കാർക്ക് മാത്രമേ അക്കാലത്ത് അത് പഠിക്കാൻ സാധിച്ചുള്ളൂ. വർഷങ്ങൾ ചിലപ്പോൾ എടുത്തിരിക്കും. അതിലാണ് ഈ മെയ്ക്കണ്ണ് എന്ന് പറയുന്ന ആശയം പറയുന്നത്. ശരീരം കണ്ണായിട്ട് മാറുക എന്ന് പറയണ വിദ്യ വരുന്നത് അവിടെയാണ്. ഇപ്പം എന്താ പറയുക, നമ്മൾ ഞാൻ പണ്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമായിട്ട് ട്രിവാൻഡ്രത്തുള്ള CVN കളരിയിൽ, അതേമാതിരി കടുത്തുരുത്തിയിലും ഉള്ള ഒരു കളരിയിലും പോകുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ മെയ് കണ്ണാമണേനെ കുറിച്ചുള്ള കുറേ ഡാറ്റ കിട്ടുന്നത്. അതൊക്കെ നമുക്ക് വല്ല സിമ്പോസിയോ സെമിനാറോ ഒക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് ഇനിയും പറയാനുള്ള മെറ്റീരിയൽ ഒരുപാടുണ്ട്. മാത്രമല്ല ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കലാണ് ആദ്യത്തെ പരിപാടി. നമ്മൾ തന്നെ പറയും, ഇപ്പോൾ ഒരു കുന്ന് കയറുമ്പോൾ നമ്മൾ ശരിക്കും കയറിയില്ലെങ്കിൽ നമ്മൾ കമന്നടിച്ച് വീഴും. കാരണം എന്താ, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, നമ്മൾ എന്തും ബാലൻസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് പൊക്കിളിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് വരിക. ഇത് തിരിച്ചറിയിപ്പിക്കലാണ് ഒരു യോദ്ധാവിനെ ഇവർ ആദ്യം പഠിപ്പിക്കണം. ഇതിനെ ഉഡ്യാണം എന്ന് പറയും. അത് ബന്ധിച്ച ഉഡ്യാണ ബന്ധം, മാണിക്യനാഭി, രത്നനാഭി എന്നൊക്കെ പറയും. ഇത് തന്നെ ജാപ്പനീസ് ഹാര എന്ന് പറയും. അവിടെ കുത്തിയിട്ട് വയറ് മേപ്പട്ട് കീറണമാണ് ഹാരാക്കിരി, അവർ കുത്തി മരിക്കുന്ന സിസ്റ്റം വരുന്നത്. അതേമാതിരി തന്നെ ചൈനക്കാർക്ക് ഇത് ഡാൻഡിയൻ എന്ന് പറയുന്നതും ഈ സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗ്രോസ് ബോഡിയിൽ, സ്ഥൂല ശരീരത്തിൽ പ്രാണൻ്റെ പ്രധാനപ്പെട്ട ഒരു സെൻട്രലൈസിങ് പോയിൻ്റാണ് ഈ മാണിക്യനാഭി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉഡ്യാണം എന്ന് പറയുന്ന ഭാഗം. ഇത് വെറും അലങ്കാരത്തിന് പറയണല്ല. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ സെൻറ്റർ മനസ്സിലായാൽ ഇത് പഠിക്കുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള ഫിസിക്കൽ ബാലൻസ് വരും, ശാരീരികമായിട്ടൊരു സന്തുലിതാവസ്ഥ വരും. ശക്തിയെ എവിടുന്ന് എടുക്കേണ്ടതെന്ന് മനസ്സിലാവും. എല്ലാ ശക്തിയുടെ ഉറവിടം അവിടെയാണ്, അവിടുന്നാണ് ഇത് എടുക്കേണ്ടത്, അല്ലാണ്ട് എവിടുന്നോ അല്ല എടുക്കേണ്ടത്, അത് മനസ്സിലാവും. അതേമാതിരി ബാഹ്യമായിട്ടുള്ള ചലനങ്ങൾക്കൊന്നും തന്നെ പുറത്തുനിന്ന് എത്ര ഫോഴ്സ് വന്നു കഴിഞ്ഞാലും അതിനൊന്നും അനക്കാൻ പറ്റാത്ത ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു പീസ്, ഒരു ശാന്തത, ഒരു ഗുണം അതുണ്ടാവും എന്നാണ് പറയണത്. അതുകൊണ്ട് ഈ കേന്ദ്രം കണ്ടെത്താണ്ട കളരി പഠിക്കണവൻ വേഗത്തിൽ ക്ഷീണിക്കുന്നു പറയും പണ്ട്. അതേമാതിരി ശക്തി നഷ്ടപ്പെടും. അതേപോലെ തന്നെ ശാരീരികമായിട്ട് മാത്രമല്ല, എപ്പോഴും മനസ്സിനൊരു പടപടപ്പുണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കണ്ടെത്താൻ പറയും. ഇത് ഇങ്ങനെയൊക്കെ അനവധി സംഭവങ്ങൾ. അതേമാതിരി യോഗശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേരളീയമായിട്ടുള്ള സമ്പ്രദായങ്ങളിൽ ഈ ഹഠയോഗ പ്രതിഭയിലും ഖേരണ്ട സംഹിതയിലും ശിവസംഹിതയിലും ഒക്കെ കാണുന്ന അനവധി വിദ്യകൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഉഡ്യാണബന്ധം, അതായത് മൂലബന്ധം, ഉഡ്യാണബന്ധം, ജാലന്ധരബന്ധം, ഇതൊക്കെ അത് യോഗവിദ്യ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അത് അതേപോലെ തന്നെ ഈ എന്താ പറയുക പെരിക്കൽ,
നമ്മുടെ അകത്തുള്ള ഊർജപ്രവാഹത്തിനെ ശുദ്ധീകരിക്കണ വിദ്യകൾ, സംസ്കൃതത്തിൽ 51 അക്ഷരമാലകളെ മാതൃകയാക്കിയിട്ട് 51 അക്ഷരകലാ ചുവടെടുക്കുക. ഇതൊക്കെ മന്ത്രത്തിൻ്റെ ചലനമായിട്ട് ബന്ധിപ്പിക്കുന്ന സിസ്റ്റത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ പേശികളിലും നാഡികളിലും എങ്ങനെ ഈ അക്ഷര ചൈതന്യത്തിനെ കൊണ്ടുവരിക, ഇങ്ങനത്തെ വിദ്യകളുടെ ഒക്കെ ഒരു വലിയ സങ്കലനമാണ് വാസ്തവത്തിൽ ഇരിക്കുന്നത്. നടരാജൻ്റെ നൃത്തത്തിൻ്റെ ചുവടുകൾ പോലും ഇതിൻ്റെ അകത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ട് പല പദ്ധതികളിലും. മാത്രമല്ല കളരിപ്പയറ്റിൽ ഈ മൃഗരൂപങ്ങൾ എടുക്കുന്നത്, സിംഹം, ആന, സർപ്പം, കുതിര, കോഴി, ഇങ്ങനെയൊക്കെയുള്ള നിലകളെടുക്കൽ, എങ്ങനെ കടുവ ആക്രമിക്കാൻ പതുങ്ങുമ്പോൾ ബോഡി എങ്ങനെ എടുക്കണം, വളച്ചൊക്കെ എടുക്കണം, കണ്ടിട്ടില്ലേ? അങ്ങനത്തെ മൃഗങ്ങളുടെ ഇത് നോക്കിയിട്ടുള്ള പഠനങ്ങൾ, ഇത് മുഴുവൻ മഹാദേവൻ ശിവനെന്നാണ് വരുന്നത്. ശിവനാണത്ര മൃഗങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇത് മുഴുവൻ ആയോധന കലടകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തന്നെ യോഗവിദ്യയിലും കാണാം. സിംഹാസനം, ഭുജംഗാസനം, മയൂരാസനം, കുക്കുടാസനം എന്നൊക്കെ പറഞ്ഞിട്ട് ആസനങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് എല്ലാം ചേരുമ്പോൾ ഈ സകല ശക്തികളും, ഈ ഓരോ മൃഗങ്ങളും പ്രതിനിധീകരിക്കുന്ന ചൈതന്യങ്ങളും ഒരു പോരാളിയുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് അയ്യപ്പൻ്റെ പ്രതീകമായിട്ട് വളരെ ചെറുതാണ്. അയ്യപ്പൻ കളരി ദേവതകൾ ഇത്രയ്ക്കും പ്രാധാന്യമായിട്ട് വരുന്നത്. ഇട എന്ന് പറയുന്ന നാഡി മഹാവിഷ്ണുവാണ്, പിങ്കള എന്ന് പറയുന്ന നാഡി ശിവനാണ്. ഇത് രണ്ടും സമന്വയിക്കുന്ന സുഷുമ്നയിൽ അയ്യപ്പൻ ഉണ്ടാവും. ഇതാണ് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും മകനാണെന്ന് പറഞ്ഞതിൻ്റെ യോഗാർത്ഥം. അല്ലാണ്ട് നമ്മൾ കഥയിൽ കാണുന്ന പോലെ അല്ല. അത് എങ്ങനെ ഈ 5നും അപ്പനായി തീരുന്നു, പഞ്ചഭൂതങ്ങളെയും ജയിക്കണവനായിട്ട് തീരും ഇടയും പിങ്കളയും വരുതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. മനസ്സിലായോ? 5 അതിൻ്റെ അപ്പൻ. ഇങ്ങനെയാണ് കളരി അയ്യപ്പനെ നിർവചിക്കണത്. അപ്പം ഞാനത് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ആരാധനാക്രമങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ആയോധനത്തിലും അതേപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള സ്വാസ്ഥ്യത്തിലും നമ്മുടെ വൈദ്യക്രമങ്ങളിലും ഒക്കെ വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു സമ്പ്രദായം തന്നെയായിരുന്നു കേരളത്തിലെ കളരികൾ എന്ന് മാത്രം നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. അല്ലാണ്ട് എന്താ പറയുക, ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പറയാനുള്ളതാണ്. പക്ഷെ അതിനെ നമുക്ക് മുഴുവൻ പറഞ്ഞ് തീർക്കാനുള്ള സമയമില്ല. കേരളത്തിലെ ഈ വടക്കൻ കളരി ആവട്ടെ, തെക്കൻ കളരി ആവട്ടെ, അതേമാതിരി ഈ മധ്യ കേരളത്തിലെ കളരി ആവട്ടെ, ഇതിലൊക്കെ തന്നെയും ഇന്ന് വെറും അഭ്യാസം മാത്രമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആചാരങ്ങളും വരട്ടെ. ആചാരങ്ങളിൽ കൂടെ മാത്രം ശാക്തേയത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്ഥലങ്ങളിൽ അഭ്യാസവും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിയാൻ. അത് വരുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഉയർച്ച ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഴശ്ശിരാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ വീഴ്ചയുടെ ആ പതനത്തിൻ്റെ കാലത്തോടടുപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇത് നിരോധിച്ചിട്ട് 1920 വരെ ശരിക്കും പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ ഈ ലഹള ആണ് ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള വഴിമരുന്നിട്ടത്. കാരണം ഇത്രയും വർഷം അഭ്യാസം ഇല്ലാണ്ടിരുന്നിട്ട് രഹസ്യമായിരുന്ന കളരികൾ വീണ്ടും തുറന്ന് ഒരു പുതിയ ഒരു ആയുധാഭ്യാസത്തിന്, അപ്പോഴാണ് ഭാരതത്തിലേക്ക് ഈ വെസ്റ്റേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഇപ്പോൾ ചൈനീസ് സിസ്റ്റങ്ങളൊക്കെ, കരാട്ട, ഇതൊക്കെ വരണത് 1920s ശേഷമാണ്. ആയോധന കലകൾക്കൊരു പുതിയ പുനർജീവനം നടന്ന 70 ബ്രൂസ്ലിയുടെ സിനിമകളൊക്കെ വരുമ്പോൾ ഈ കാലഘട്ടമാണ് കേരളത്തിൽ കളരിയെ വീണ്ടും ജീവിപ്പിച്ചത്. 1920s ശേഷമാണ് കളരികൾ വീണ്ടും ഉണർന്നു വന്നതും 70 ശേഷം അത് വളരെ ശക്തമായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു അഭ്യാസക്രമത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ മനസ്സിലായാലും എന്തുകൊണ്ടാണ് ലഹളക്കാലത്ത് തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തവരായി പോയിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. എന്താ വെച്ചാൽ ആ 804, 805 കാലം തൊട്ടിട്ട് 1921 വരെയുള്ള കാലഘട്ടങ്ങളിൽ മലബാറിലെ കളരികളൊക്കെ തന്നെ നാമാവശേഷമായിട്ട് കിടന്ന കാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലവർ, അവരൊക്കെ ഗുരുസ്ഥാനീയരാണ്. കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ, കേളുക്കുറുപ്പ് പറഞ്ഞ ഗുരുക്കൾ, മരോളി രാമുണ്ണി ഗുരുക്കൾ, ഇവരൊക്കെ രഹസ്യമായിട്ട് ഈ വിദ്യ സൂക്ഷിക്കുകയും തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. 1920 തുടക്കത്തിൽ തലശ്ശേരിയിലാണ് വീണ്ടും ഈ കളരി സമ്പ്രദായത്തിന് പുനർജീവനം ഉണ്ടാവണത്. ചിറക്കൽ ടി ശ്രീധരൻ നായർ 1937 എഴുതിയിട്ടുള്ള കളരിപ്പയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിപ്പോഴും നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇന്ന് കിട്ടും. അത് സ്കാൻഡ് കോപ്പി PDF.
അത് വായിക്കേണ്ട. അത് കൂടുതലും ക്രിയാമാർഗ്ഗമാണ്, പ്രയോഗമാണ് പഠിപ്പിക്കുന്നത് അതിൽ. എന്നാലും വളരെ ഗംഭീരമാണ്. അതേമാതിരി തന്നെ ചമ്പാടൻ വീട്ടിൽ നാരായണൻ ഗുരുക്കൾ, അതാണ് CVN കളരി. CVN കളരി എന്ന് പറഞ്ഞാൽ ചമ്പാടൻ വീട്ടിൽ നാരായണൻ, അതാണ് CVN. അദ്ദേഹം ആ കളരികളുടെ ശൃംഖല 20th സെഞ്ച്വറിയിൽ കേരളത്തിൽ പല ഭാഗത്തും വീണ്ടും ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എലങ്കങ്ങളിൽ മാൻകൊമ്പ് ഉപയോഗിച്ചിരുന്നതിനെ മാറ്റിയതും, അതേമാതിരി തന്നെ ബലിപീഠങ്ങളിൽ മുഴുവൻ കുമ്പളങ്ങ വട്ടൽ തുടങ്ങിയതും, മദ്യമാംസാദികൾ വെച്ച് കൊടുത്തിരുന്ന അവിടെ ശർക്കര പായസം കൊടുക്കാൻ തുടങ്ങിയതും ഒക്കെ എത്രത്തോളം ശാക്തേയത്തിനെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ പറയണം കളരികൾ നശിച്ചതും. കാരണം ഇത് രണ്ടും അഭ്യാസവും ആചാരവും ഉണ്ടാകുമ്പോൾ മാത്രം വരുന്ന ഒരു ചൈതന്യമാണ് കളരിയുടെ. അതുകൊണ്ട് ഓരോ മാറ്റവും, കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഓരോ മാറ്റവും കളരിയെ അതിൻ്റെ ആ ജീവസ്സുറ്റ ആ ആത്മീയമായിട്ടുള്ള ഉറവിടമായിട്ട് മുറിച്ചു മാറ്റാൻ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ശക്തി സംഗമങ്ങൾ, ദേവിയുടെ ആരാധനാക്രമങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടായ്മകൾ, അതേമാതിരി പാരമ്പര്യമായിട്ടുള്ള അടിയന്തര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ തന്നെ കുലാചാരം പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കളരി പഠനം കൂടെ കൊണ്ടുവരുമ്പോൾ മാത്രമേ കേരളത്തിൽ യഥാർത്ഥ പുനരുദ്ധാരണം നടക്കുകയുള്ളൂ. ഈ സമ്പ്രദായങ്ങളുടെയൊക്കെ നമ്മളെപ്പോഴും പറയും, അതിലൊരു കുന്നിൻ്റെ മുകളിൽ ദീപം തെളിഞ്ഞു കഴിഞ്ഞാൽ താഴ്വരയിലെയും കടലിലെയും ഇരുട്ട് പോകുന്നു. അതുപോലെ കുന്നിൻ്റെ മുകളിലെ വിളക്കാണ് ശരിക്കും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അഭ്യാസത്തിലും ആചാരത്തിലും ഊന്നി നിൽക്കുന്ന സമഗ്രമായിട്ടുള്ള കളരി പാരമ്പര്യം എന്ന് പറയുന്നത്. ആ വിളക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അത് എന്താ പറയുക, ഈ നമ്മുടെ ഞാൻ ഇടയ്ക്കൊരു കാലത്ത് ഒരു ആചാര്യം കേട്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണത്. കുന്നിൻ്റെ മുകളിൽ ഒരു ദീപം തെളിയുമ്പോൾ താഴ്വരയിലും കടലിലും ആ പ്രകാശം പരക്കും എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ ആത്മാഭിമാനമുള്ള കേരളീയനാവണമെങ്കിൽ കളരി കൂടിയേ തീരൂ എന്നത് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ കുട്ടികൾ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. മനസ്സിനും ശരീരത്തിനും ബലമില്ലാത്തവരായിട്ട് മാറണം. പഴയ കാലത്ത് ആൾക്കാർക്ക് ഇല്ലാതിരുന്ന മുട്ടിന് വയ്യായി എന്തൊക്കെ അസുഖങ്ങളാണ് ഇന്ന് വരുന്നത്. കാരണം കളരി ബലത്തിലുണ്ടായിരുന്ന ആൾക്കാർ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തൊട്ടു മുമ്പുള്ള തലമുറകളിൽ വരെ ഉണ്ടായിരുന്നു അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ നടക്കണേന് ആപ്പ് വെച്ചിട്ട് എത്ര സ്റ്റെപ്പായി നോക്കണ അവസ്ഥയാണ് ഒരു ദിവസം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഫോണും കൈ പിടിച്ചുകൊണ്ട് നടക്കണം. ഇത് കൈ പിടിക്കാത്ത സമയത്ത് നടന്നത് അത് കണക്കാക്കില്ല. അതാണ് അവസ്ഥ. അപ്പോൾ യഥാർത്ഥ ശാരീരിക അഭ്യാസം എന്ത്, യഥാർത്ഥ മാനസികാഭ്യാസം എന്ത്, യഥാർത്ഥ ആധ്യാത്മിക അഭ്യാസം എന്തെന്ന് അറിയാത്ത കാലത്ത് ഇന്ന് ഇതിനെയൊക്കെ വെവ്വേറെ ആയിട്ടുണ്ട്. ആധ്യാത്മികനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആയുധം തൊടില്ല. ബുദ്ധിജീവിയാണെങ്കിൽ ഞാൻ ശരീരമാണെങ്കില്ല, ഞാൻ അമ്പലത്തിലും പോവില്ല, ജപിക്കൂല. ഒക്കെ കട്ടയും കഷ്ണമായിട്ട് വെവ്വേറെ കിടക്കുകയാണ്. ഒരു നല്ല കറി ഉണ്ടാവണില്ല. ഇത് മൂന്നും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തീരാൻ സാധിക്കുക. ഇത് മനസ്സിലാക്കാൻ തന്നെയാണ് ഇപ്പം നമ്മൾ ഏത് ദേവത എടുത്താലും, കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും പരശുരാമനാണെങ്കിലും അവർക്കൊക്കെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് അവർക്ക് കിട്ടുന്നത് കളരി അഭ്യാസമാണ്. വിശ്വാമിത്രൻ്റെ കളരിയിലാണ് ശ്രീരാമൻ പോയിട്ട് തുളുക്കുറ്റം തീർത്തത്. അവിടെ ചെന്നിട്ട് കൃഷ്ണൻ ഏതൊക്കെ കളരികളിൽ പഠിച്ചു നമുക്കറിയില്ല. ആകെ പഠിച്ച് സാന്ദീപനുടെ ഒരു കളരിയെ നമുക്കറിയുള്ളൂ. ഉറപ്പാണ് അദ്ദേഹം അവിടെ മാത്രമല്ല പഠിച്ചിട്ടുണ്ടാവുക, വിത്ത് ദ കൈൻഡ് ഓഫ് നോളജ് ഹി ഇമ്പാർട്ടഡ്. അപ്പോൾ ദ്രോണരുടെ കളരിയിൽ മാത്രമല്ലല്ലോ അർജുനൻ പഠിച്ചത്. അതേപോലെ കളരികൾ സമഗ്രമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് കളരികളെ നോക്കിക്കാണാൻ ഇനിയെങ്കിലും നമുക്ക് സാധിക്കട്ടെ. അല്ലാണ്ട് വെറൊരു ടൂറിസത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള പ്രദർശന നോൺസെൻസായിട്ട് അത് മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കളരികൾ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ പെരുങ്കളരീശ്വരിയിലൊക്കെ ചുരുങ്ങിയ തോതിലെങ്കിലും താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ട് ഏതെങ്കിലും ഒരു ഗുരുനാഥന്മാരെ ആഴ്ചയിലൊരിക്കലോ ഇനി മാസത്തിലൊരു 2 ദിവസമോ കൊണ്ടുവന്നിട്ടാണെങ്കിൽ പോലും ചെയ്യിപ്പിക്കാൻ സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരെയും ആ പാരമ്പര്യ ദേവതകൾ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. കാച്ചാങ്കുറിശി പെരുമാളും എൻ്റെ പരദേവതാ ക്ഷേത്രത്തിരിക്കുന്ന പെരുങ്ങോട്ടുകാവലമ്മയും കൊല്ലങ്കോടിരിക്കുന്ന ശാസ്താവും എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രഭാഷണത്തിനെ ചുരുക്കണം. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ ഗുരുവായൂരപ്പ സർവേശ്വര
അമ്മേ സന്തോഷിക്കണേ സർവേശ്വരി.